പ്രിയമുള്ളവരെ, ആധുനിക കേരളത്തിൻ്റെ സാമൂഹിക കൽപ്പനയെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ആലോചനകളിലേക്ക് ശ്രീനാരായണ ഗുരുവിനെ നമുക്കെങ്ങനെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് ഈ പ്രഭാഷണം ലക്ഷ്യം വയ്ക്കേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനർത്ഥം ഗുരു ആധുനികൻ മാത്രമാണെന്നോ, സാങ്കേതികമായി ആധുനികത എന്ന് പറയുന്ന ഘട്ടം അവസാനിച്ചു കഴിയുമ്പോൾ, അത് അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസക്തി തീർന്നു എന്നോ അല്ല വിചാരിക്കേണ്ടത് എന്നും മനസ്സിലാക്കണം. ഞാൻ തെറാപ്യൂട്ടിക് ഇമാജിനേഷൻ എന്ന സങ്കല്പത്തിൽ നിന്ന് ഗുരുവിനെ ആരംഭിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇത് ജെറമി ഹോംസിൻ്റെ ഒരു പ്രയോഗമാണ്. ഇമാജിനേഷൻ ചികിത്സാപരമായ ഒന്നാണോ എന്ന് ജെറമി ഹോംസ് നിർവചിക്കും. അങ്ങനെയാണ് ലിറ്ററേച്ചർ തെറാപ്യൂട്ടിക്കായി മാറുന്നതിനെപ്പറ്റി ജെറമി പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇതിന് 5 കരങ്ങൾ ഉള്ളതായി പറയുമ്പോൾ അതിലേറ്റവും ആദ്യത്തെ കരം പ്രൈമറി അറ്റാച്ച്മെൻ്റാണ് എന്ന് ഹോംസ് നിർവചിക്കുന്നു. പിന്നെയുമുണ്ട് അതിന് 4 കരങ്ങൾ. ഒരുപക്ഷെ ജെറമി ഇത് എഴുതുന്നതിന് എത്രയോ മുൻപ് സാവിത്രി എന്ന കവിതയിലൂടെ വൈലോപ്പിള്ളി അതേപ്പറ്റി സൂചന തന്നിട്ടുണ്ട്. നാം വെറുക്കാതിരിക്ക നാം രുഗ്ണരെ അൻപാൽ നിനവാൽ സ്നേഹത്തിൻ വാക്കാൽ പഥ്യമൂറുന്ന മനസ്സാൽ ഒക്കെ രോഗികളെ ചികിത്സിക്കുന്നതിനെക്കുറിച്ച് കവിതയുടെ കരങ്ങൾ എന്ന പ്രയോഗം മുൻനിർത്തി തന്നെ വൈലോപ്പിള്ളി ഹോംസിന് മുമ്പ് എഴുതിയിട്ടുണ്ട്. ഇതിലെ ആദ്യത്തെ പ്രയോഗം ഗുരുവിന് വേണ്ടി ഞാൻ എടുക്കുകയാണ്. പ്രാഥമികമായ മമത. ഇത് ഒരു പഴയ മംഗോളിയൻ കഥയിലെ നഷ്ടപ്പെട്ടുപോയ തൻ്റെ വെള്ള കുട്ടിയെ, ഒട്ടകക്കുട്ടിയെ തിരിച്ചു കിട്ടുന്നതുവരെയുള്ള മാതാവിൻ്റെ കരച്ചിൽ പോലെയാണ്. ഒരു പ്രഭു രാജകുടുംബത്തിൽ നിന്ന് ബന്ധം സ്ഥാപിക്കുന്നതിനു വേണ്ടി തൻ്റെ 100 ഒട്ടകങ്ങളെയും രാജാവിന് സമ്മാനിക്കുന്നു. അക്കൂട്ടത്തിൽ ഒരു ഒട്ടകത്തിൻ്റെ കുഞ്ഞിനെ അയാൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ആ കഥ. അമ്മ പോയ വേദനയിൽ കുഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നീ എന്തുകൊണ്ട് കരച്ചിൽ നിർത്തുന്നില്ല എന്ന് മുതലാളി അതിനെ ഭയപ്പെടുത്തുമ്പോഴും അത് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ കഥ അവസാനിക്കുന്നത് നാം ഈ പ്രൈമറി അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞ സംയുക്തിയുടെ രാഷ്ട്രീയത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. അമ്മയ്ക്ക് മുന്നിൽ കുഞ്ഞ് എത്തിച്ചേരുന്നിടത്താണ് കഥയുടെ നിർണായകമായ അന്ത്യം. അമ്മ ഒരു വലിയ തടവറയുടെ ഉള്ളിലാണ്, കോട്ടയുടെ അകത്താണ്. ഇരുമ്പ് ദണ്ഡുകളാൽ പൂട്ടിവെക്കപ്പെട്ടിരിക്കുന്ന ബന്ധനത്തിൻ്റെ ഉള്ളിലാണ് മാതാവ്. പക്ഷേ കുഞ്ഞും അമ്മയും തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ നിർണായകമായ ആ സന്ദർഭത്തിൽ ഏത് കോട്ടയും ഇടിഞ്ഞു വീഴും എന്ന പ്രഖ്യാപനത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വെള്ള ഒട്ടകക്കുട്ടിക്ക് മുന്നിൽ അമ്മ വിജയിക്കുന്ന ആ മംഗോളിയൻ കഥ ജെറമി ഹോംസിൻ്റെ പ്രാഥമികമായ മമത എന്ന പ്രയോഗത്തെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സങ്കല്പമാണ്. ഇത് ഫിക്ഷൻ മാത്രമല്ല, എന്നാൽ ഫിക്ഷനുമാണ്. ഇതിനെ ഗുരുവിനെ തൊടാൻ ഞാൻ ആദ്യത്തെ പ്രയോഗമായി എടുക്കും. ആകയാൽ എൻ്റെ ഗുരു ശരീരം കൊണ്ട് ശരീരത്തെ സ്പർശിക്കുന്നു,
മനസ്സുകൊണ്ട് മനസ്സിനെ സ്പർശിക്കുന്നു. പവിത്രമായ മൗനം കൊണ്ട് പിണങ്ങുന്നവരോടും സംസാരിക്കുന്നു. ഈ വരികൾ എഴുതുമ്പോൾ മനസ്സിൽ ജോൺ ധർമ്മതീർത്ഥയുടെ പുസ്തകം വന്നു നിൽക്കും. ഇത് ഗുരു പ്രവേശിച്ച ലോകത്തെക്കുറിച്ച് നാം എഴുതുന്ന കവിതയാണ് എന്ന് നനയ്ക്കുക. ഗുരു ഒരു സാമൂഹിക പരീക്ഷണശാലയിലേക്ക് പ്രവേശിച്ചു എന്നാണ് സ്നേഹത്തിൻ്റെ പ്രവാചകൻ എന്ന ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന കാര്യം. ജോൺ ധർമ്മതീർത്ഥ ഗുരുവിൻ്റെ അനുകമ്പാ ദശകത്തിൽ നിന്ന് വളർച്ച പ്രാപിച്ച ഒരു ശിഷ്യനാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിൻ്റെ കരമായി മനസ്സായി ഗുരു വിഭാവന ചെയ്ത ശ്രീനാരായണ ധർമ്മ വിചാരത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയാണ്. സന്യാസി സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയാണ് ധർമ്മതീർത്ഥ സ്വാമികൾ. എൻ്റെ മുന്നിലുള്ള ലാൽ സലാമേട്ടനും ഞാനും കൂടി ഒരിക്കൽ ഒരു ഇൻ്റർനാഷണൽ സെമിനാർ ആരംഭിക്കുന്നത് ജോൺ ധർമ്മതീർത്ഥ സ്വാമിയുടെ തിരുവനന്തപുരത്തെ CSI ചർച്ചിനുള്ളിൽ അടക്കപ്പെട്ടിരിക്കുന്ന ശവകുടീരത്തിന് മുന്നിൽ ഒരു പൂവ് അർപ്പിച്ചിട്ടാണ്. എൻ്റെ ഗുരു ഏത് കാലത്തും ശ്രീനാരായണൻ തന്നെ എന്ന് തൻ്റെ പാതിരി മുറിയിൽ ഒരു ഫോട്ടോ തൂക്കിയിട്ടാണ് ധർമ്മതീർത്ഥ സ്വാമികൾ പള്ളിയിൽ അച്ഛനായി തൻ്റെ സേവനം ആരംഭിക്കുന്നത്. ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ക്രംബ്ലിംഗ് ഡൗൺ. ദ പ്രൊഫിറ്റ് ഓഫ് പീസിൽ സമാധാനത്തിൻ്റെ പ്രവാചകൻ എന്ന പുസ്തകത്തിൽ ഈ ലാബറട്ടറിയെ ധർമ്മതീർത്ഥ സ്വാമികൾ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാ സാമൂഹിക പ്രസ്ഥാനങ്ങളും, നമ്മെ മുറുക്കെ പിടിച്ചിരുന്ന എല്ലാ സാമൂഹിക പ്രസ്ഥാനങ്ങളും തകർന്ന് തരിപ്പണമാകുന്ന ഒരു പരീക്ഷണശാലയിലേക്കാണ് ശ്രീനാരായണ ഗുരു കടന്നു വരുന്നത്. എല്ലാ പഴയ സോഷ്യൽ ഓർഡേഴ്സും കടന്നു പോകുന്നത് ഗുരു തന്നെ കണ്ണുകൾ കൊണ്ട് കണ്ടു. ഈ സോഷ്യൽ ഓർഡറുകൾ നമ്മെ നയിച്ചിരുന്ന ഈ നിലവാരങ്ങൾ കേവലമായി തകർന്നു പോവുകയായിരുന്നില്ല എന്ന് ധർമ്മതീർത്ഥർ പറയും. സോഷ്യലിസത്തെക്കുറിച്ച് പറയും, വിപ്ലവങ്ങളെക്കുറിച്ച് പറയും, പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയും, വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയും, സെക്യുലറിസത്തെക്കുറിച്ച് പറയും. ശാസ്ത്രവും സ്വതന്ത്ര ചിന്തയും പുരോഗതിയെയും സംസ്കാരത്തെയും കുറിച്ചുള്ള ദീർഘകാല സ്ഥാപിത സങ്കല്പങ്ങളെ തകർക്കുകയാണ്. ഗുരുവിനെ ആ ലാബറട്ടറിയിലേക്ക് അടയാളപ്പെടുത്തുമ്പോൾ ധർമ്മതീർത്ഥസ്വാമി ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് വേദാന്തത്തിൻ്റെ ഭാഷയല്ല, ഇത് ആധ്യാത്മിക വിചാരത്തിൻ്റെ ഭാഷയല്ല, ഇത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഷയാണ്. സമൂഹം മാറുകയാണ്. ആ മാറ്റത്തിൻ്റെ കാതലായി ശ്രീനാരായണനെ അടയാളപ്പെടുത്തുകയാണ്. ലൈഫ് ഈസ് ബിക്കമിങ് എ മിസ്റ്റീരിയസ് അൺസർട്ടനിറ്റി ഡിവോയ്ഡ് ഓഫ് ഫെയ്ത്ത് ആൻഡ് എ സ്ട്രെങ്ത് ഓഫ് കൺവിക്ഷൻസ്. സാമൂഹികവും മതപരവുമായ സ്ഥാപനത്തിനു വേണ്ടിയിട്ടുള്ള, സമാധാനത്തിനു വേണ്ടിയിട്ടുള്ള പോരാട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രാഷ്ട്രീയ സ്വരാജിനായുള്ള പോരാട്ടം ഒരു ചെറിയ ഉദ്യമമാണ് എന്ന വരി പിന്നീട് നാം വളരെ കുറച്ചു മാത്രം ചർച്ച ചെയ്തിട്ടുള്ള ഒരു വരി സ്വാമി ജോൺ ധർമ്മതീർത്ഥ എഴുതി വയ്ക്കും. അതുകൊണ്ട് എൻ്റെ ഗുരു ശരീരം കൊണ്ട് ശരീരത്തെ സ്പർശിക്കുന്നു എന്നെഴുതുമ്പോൾ ഞാൻ വലിയ അഭിമാനം അനുഭവിക്കുകയാണ്. സത്യത്തിൽ ഇതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഫിസിക്സ് എന്ന് മനസ്സിലാക്കുന്നു. കെട്ടിക്കിടക്കുന്ന ഒന്നിനെ ചിതറിക്കുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ സയൻസിനെ നിർണ്ണയിക്കാൻ നമുക്ക് കഴിയുമോ? ഇത് മുല്ലപ്പെരിയാർ ഇടിഞ്ഞാൽ ജലത്തിൻ്റെ ഫോഴ്സ് എത്രമാത്രമായിരിക്കും എന്ന് വളരെ മുൻപ് കണക്കാക്കിയതുപോലുള്ളൊരു തമാശയാണ്. മുല്ലപ്പെരിയാർ ഇടിഞ്ഞാൽ താഴേക്ക് വരുന്ന വാട്ടറിൻ്റെ ഫിസിക്സ്, അതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ മാസ്, അതിൻ്റെ എനർജി എത്രത്തോളമായിരിക്കും, ഹാഫ് mv² എന്നത് വെച്ചിട്ടൊരു താൽക്കാലിക കാൽക്കുലേഷൻ നടത്തുന്നത് പോലെ ശ്രീനാരായണ ഗുരു കെട്ടിക്കിടന്ന ഒരു കാലഘട്ടത്തെ പൊട്ടിച്ചെറിയുന്നത് ധർമ്മതീർത്ഥ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വിവരിച്ച് വയ്ക്കുകയാണ്. പുറമേക്ക് ചലനം നിലച്ചുപോയ ഒന്നിനെ, എന്നാൽ അകമേ ചാക്രികമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ പാറ്റേണിനെ അതിനകത്തു കയറി ഗുരു പൊളിച്ചു എന്ന് പറയുമ്പോൾ അതാണ് ഗുരുവും ആധുനിക കേരളവും തമ്മിലുള്ള പാരസ്പര്യം എന്ന് നാം മനസ്സിലാക്കും. ഇതിനെ സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ ക്യുമുലേറ്റീവ് ഹെറിറ്റേജ് എന്ന് വിളിച്ചു. അത് വളരെ നിർജീവമായിരുന്നു.
അത് ജാതീയമായിരുന്നു, അത് മതവിദ്വേഷത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരുന്നു, അത് ക്ഷേത്ര സങ്കേതങ്ങളിലും ഫ്യൂഡലിസത്തിൻ്റെ രാജാധിപത്യത്തിലും ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ഒരുപക്ഷെ ഇക്കാലത്ത് ഈ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. യോഗേന്ദ്ര സിംഗിൻ്റെ സോഷ്യൽ തിയറിയിൽ നിന്നാണ് ഈ സങ്കല്പത്തെ വേണമെങ്കിൽ വിശദീകരിക്കാൻ എടുക്കുക. ഹിന്ദു മിത്തോളജി, ഹിന്ദു സൊസൈറ്റി വാസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് വാല്യൂ കോമ്പണൻസ് എന്ന് യോഗേന്ദ്ര സിംഗ് നിർവചിക്കും. ഇത് സോഷ്യൽ തിയറിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പഴയ സിദ്ധാന്തമാണ്. അതിലൊന്നാമത്തേത് ശ്രേണീബദ്ധതയാണ്, ഹയറാർക്കിയാണ്. ഏത് ജാതിയാണ് മുകളിൽ, ഏത് ജാതിയാണ് താഴെ, തമ്പുരാൻ എവിടെ നിൽക്കുന്നു, തമ്പുരാന് മുകളിൽ പൗരോഹിത്യക്രമം എങ്ങനെ പ്രവർത്തിക്കുന്നു, ഈ തമ്പുരാനു താഴെ പണിയെടുക്കുന്നവർ എങ്ങനെ വികേന്ദ്രീകരിക്കപ്പെടുന്നു. ഒരുപക്ഷെ കാഞ്ചാ എലയ്യയുടെ നാം ഒരുപാട് ഉദ്ധരിച്ചിട്ടുള്ള പുസ്തകം പണിയെടുക്കുന്നവർ മണ്ഡൽ കമ്മീഷൻ്റെ കാലത്ത് ഇന്ത്യയിൽ എങ്ങനെ പൊളിറ്റിസൈസ് ചെയ്യപ്പെട്ടു എന്ന അദ്ദേഹത്തിൻ്റെ തത്വം അവതരിപ്പിക്കുന്ന പുസ്തകമുണ്ടല്ലോ. പൗരോഹിത്യവർഗം എന്തുകൊണ്ട് പണിയെടുക്കുന്നവരെ ഉന്നത വിദ്യാശാലകളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്ന ടേണിംഗ് ദ പോട്ട് ടില്ലിംഗ് ദ ലാൻഡ് എന്ന പുസ്തകത്തിലെ ഹയറാർക്കിയെ മുൻനിർത്തി ചിന്തിച്ചാൽ പോലും ഇത് പ്രാചീനമായ ഹിന്ദു സൊസൈറ്റിയുടെ ഒന്നാമത്തെ പില്ലർ ആണെന്ന് യോഗേന്ദ്ര സിംഗ് പറയും. രണ്ടാമത്തേത് ഒരു വിശുദ്ധവാദമാണ്, മൂന്നാമത്തേത് കർമ്മമാണ്, നാലാമത്തേത് ട്രാൻസെൻഡൻസ് എന്ന് പറയുന്ന സർവ്വവ്യാപിതയെക്കുറിച്ചിട്ടുള്ള ബോധമാണ്. ഈ ബോധം അടിസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ക്ഷേത്ര സങ്കേതങ്ങളാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും സാമൂഹിക ഘടനയെ മുന്നോട്ട് കൊണ്ടുപോയത്. ഈ വിദ്യ, ഈ ക്ഷേത്ര സാങ്കേതിക വിദ്യയെ തകർക്കാൻ ഫ്യൂഡലിസത്തിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഫ്യൂഡലിസം ചെയ്തത് ക്ഷേത്ര സങ്കേതങ്ങൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, ഊരായ്മകൾ എങ്ങനെയാണോ നാടുവാഴികളുമായി ബന്ധപ്പെടുന്നത്, ഈ പ്രക്രിയയെ രാജാധിപത്യ ഫ്യൂഡലിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫലത്തിൽ രാജാവ് അധികാരമേറ്റെടുത്തപ്പോഴും തിരുവിതാംകൂർ പോലെ ഒരു രാജ്യത്ത് മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറിയിട്ടും പഴയ ക്ഷേത്ര സങ്കേത ഭരണം ഫ്യൂഡലിസം അവസാനിച്ചുവോ എന്ന ചോദ്യത്തിന് അവസാനിച്ചില്ല എന്ന് തന്നെ ചരിത്രകാരന്മാർ ഉത്തരം പറയും. രാജാക്കന്മാർ പബ്ലിക് ലൈബ്രറികൾ കൊണ്ടുവന്നു, രാജാക്കന്മാർ റോഡ് കൊണ്ടുവന്നു, രാജാക്കന്മാർ തീവണ്ടി കൊണ്ടുവന്നു, രാജാക്കന്മാർ ഒരു പുതിയ സാമൂഹിക വ്യവസ്ഥയെ കൊണ്ടുവന്നു. ഈ സാമൂഹിക വ്യവസ്ഥ നമ്മളെ ആധുനികവൽക്കരിച്ചു എന്ന് പറയുമ്പോഴും രാജാധിപത്യം ക്ഷേത്ര സങ്കേതങ്ങൾക്കുള്ളിലെ ഫിലോസഫിയെ തകർത്തോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് തകർക്കാത്തത് കൊണ്ടാണ് പഴയ രാജാക്കന്മാർ ഇപ്പോഴും ക്ഷേത്ര സങ്കേതങ്ങളുടെ സംരക്ഷകരായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് തമ്പുരാട്ടിമാർ പുനർജനിച്ചു കൊണ്ടിരിക്കുന്നു? എന്തുകൊണ്ട് തമ്പുരാക്കന്മാർക്ക് പൂവെറിയുന്ന സ്കൂൾ മുറ്റങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന ചോദ്യത്തിന് ആ പഴയ ഫ്യൂഡൽ ക്ഷേത്ര സങ്കേതങ്ങളെ തകർക്കാൻ, ആ സാങ്കേതിക വിദ്യയെ തകർക്കാൻ, ഈ നാട്ടിലെ അടിമത്തത്തിൻ്റെ ഫ്യൂഡൽ പ്രക്രിയയെ തകർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് ആസൂത്രിതമായി അബോധമായി നമുക്കിടയിലൂടെ തന്നെ ഇങ്ങനെ വിനിമയം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു എന്നുള്ളിടത്താണ് ജോൺ ധർമ്മതീർത്ഥ ഗുരുവിനെക്കുറിച്ച് പറയുന്ന ആ വാക്യം പ്രധാനപ്പെട്ടതാകുന്നു. ഗുരു വളരെ മുദ്രാവാക്യ സമാനമായി നമുക്ക് ദൈവദശകം പോലെ ഒരു കൃതിയെ തന്നു. നമുക്കൊരു സർവമത പ്രാർത്ഥനാ ഗീതം ഗുരു പഠിപ്പിച്ചു തന്നു. ആ ദൈവദശകം ഏതെങ്കിലും ഒരു പ്രത്യേക ദൈവത്തെയാണോ ഊന്നുന്നത്? അത് ചിദാനന്ദനെയാണോ, അത് മഹാദേവനെയാണോ എന്ന് വേണമെങ്കിൽ പ്രോബ്ലമാറ്റിക്കായിട്ട് നമുക്ക് ചോദിക്കാം. മഹാദേവൻ ശിവനല്ലേ, മഹാദേവൻ ഏതെങ്കിലും ഒരു മതത്തിൻ്റെതല്ലേ എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് വായിക്കാം. പക്ഷേ സർവ്വമതങ്ങൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ദൈവത്തോട് കാത്തുകൊള്ളുക എന്ന് പറയുന്നിടത്ത് ഗുരു രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന 4 വരികൾ നാം ഈ ഘട്ടത്തിൽ അന്നിലയിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു നമ്മളെ കാത്തുപോരുന്ന നീ ധന്യനാക്കുന്നു എന്ന് പറയുന്ന 4 വരി. ആരാണ് നമുക്ക് ചോറ് തരുന്നത്? അത് ഈ ഊരാൾമക്കാരാണോ, ഈ കാരായ്മക്കാരാണോ, അത് ഈ തമ്പുരാക്കന്മാരാണോ, അത് ഈ ജന്മിമാരാണോ എന്നാണ് ചോദ്യം. അല്ല, അന്നവസ്ത്രാദി മുട്ടാതെ തന്നുപോരുന്ന നമുക്ക് ആ ഉടയ തമ്പുരാൻ്റെ ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വരണമെന്ന് പ്രഖ്യാപിക്കുന്ന ശ്രീനാരായണ ഗുരു
വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സന്ദർഭത്തിൽ തന്നെ ചോദ്യം ചെയ്യാൻ വന്ന ഗാന്ധിജിയുടെ ശിഷ്യനോട് പറയുന്ന മറുപടി ഈ പൊളിറ്റിക്സിനെ നമ്മുടെ ഇടയിൽ വിളിച്ചു പറയും. 1925 മാർച്ചിൽ 3 മാർച്ചിൽ മഹാത്മാഗാന്ധിയാൽ നിയോഗിക്കപ്പെട്ട ഒരു പണ്ഡിതൻ ശിവഗിരി മഠത്തിലെത്തി ശ്രീനാരായണ ഗുരുവുമായി സംസാരിക്കുന്നു. പണ്ഡിതൻ ഗുരുവിനോട് പറഞ്ഞത്, സത്യഗ്രഹത്തിന് ക്ഷേത്രപ്രവേശന ലക്ഷ്യമില്ല എന്നാണ്. ക്ഷേത്രപ്രവേശനം ഒരു സർവേന്ത്യ പ്രമേയം ആകയാൽ ഇപ്പോഴത്തെ സത്യഗ്രഹത്തിന് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക എന്ന ലക്ഷ്യമില്ല എന്നാണ് പണ്ഡിതൻ ഗുരുവിനോട് പറഞ്ഞത്. എന്തെന്നാൽ അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യവും ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നവുമാകയാൽ ഇപ്പോഴത്തെ സത്യഗ്രഹ പരിപാടിയിൽ നാം ക്ഷേത്രപ്രവേശനത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗുരു മുഴുവനും കേൾക്കുകയും പണ്ഡിതൻ്റെ വാദത്തെ ഗ്രഹിക്കുകയും അതിനുശേഷം ഇങ്ങനെ മറുപടി പറയുകയും ചെയ്തു. അടുത്തു പോകാനുള്ള സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അകത്തു കയറാനുള്ള സ്വാതന്ത്ര്യത്തിന് ക്രമമനുസരിച്ച് വാദിക്കേണ്ടതാണെന്ന് പറയുന്നു. അതാണ് പൊളിറ്റിക്സ്, അതാണ് പ്രായോഗികം. നിങ്ങൾ എന്തിന് നടപ്പന്തൽ വരെ ചെന്നിരുന്നിട്ട് തിരിച്ചു വരുന്നു? നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അകം. ഈ അകം ആര് നിർമ്മിക്കുന്നു? അകം സ്വയംഭൂവാണോ എന്നതാണ് ചോദ്യം. വിഗ്രഹത്തെ ആര് നിർമ്മിക്കുന്നു? ക്ഷേത്രത്തെ ആര് നിർമ്മിക്കുന്നു? ശ്രീകോവിലിനെ ആര് നിർമ്മിച്ചിരിക്കുന്നു? ശ്രീകോവിലിലേക്കുള്ള പാതകൾ ആര് നിർമ്മിച്ചിരിക്കുന്നു? അതിൻ്റെ പടികൾ ആര് നിർമ്മിച്ചിരിക്കുന്നു? പൂജാദ്രവ്യങ്ങൾ ആര് നിർമ്മിച്ചിരിക്കുന്നു? ഈശ്വരനെ ധരിക്കാനുള്ള വസ്ത്രങ്ങൾ ആര് നിർമ്മിച്ചിരിക്കുന്നു? ഈ നിർമ്മിച്ച സമൂഹം മുഴുവൻ നിങ്ങൾ സ്വയംഭൂ എന്ന് പറയുന്ന ഈശ്വരനെ കാണാൻ കഴിയാതെ പുറത്തിരുത്തിയിരിക്കുന്നു. സത്യാഗ്രഹം പാതയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേവലമായിട്ടുള്ള മുദ്രാവാക്യത്തെ മുന്നോട്ട് വയ്ക്കുന്നു. അത് പോരാ. ഗുരു പറഞ്ഞത്, സാലോക്യം കഴിഞ്ഞാൽ സാമീപ്യത്തിനല്ല ശ്രമിക്കേണ്ടത്, സായുജ്യം വരെ ശ്രമിക്കണം, ഇടയ്ക്ക് നിർത്തരുത് എന്നതാണ് ആ വാക്യം. ഇതൊരു പക്ഷേ സത്യാഗ്രഹം ഏറ്റവും നിർണായകമായ ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ പരാജയപ്പെട്ടു പോകാനിടയുണ്ടെങ്കിൽ ആ പരാജയത്തിന് കാരണം നിങ്ങൾ സായുജ്യം വരെ ശ്രമിക്കാത്തത് കൊണ്ടാണ്, ഇടയ്ക്ക് നിർത്തുന്നത് കൊണ്ടാണ് എന്ന ഗുരുവിൻ്റെ ആധുനികമായ രാഷ്ട്രീയ ബോധത്തെ നമുക്ക് കാട്ടിത്തരും. ഗുരു പണ്ഡിതനെ മെല്ലെ ഒന്ന് തലോടിക്കൊണ്ടാണ് ആ വർത്തമാനം അവസാനിപ്പിക്കുന്നത്. പണ്ഡിതൻ എന്തോ കാരണത്താൽ ക്ഷേത്രപ്രവേശനം സത്യാഗ്രഹത്തിൻ്റെ അടുത്ത പ്രമേയമായിരിക്കാൻ ന്യായമുള്ളതായി കാണുന്നില്ല. ഈ കൂട്ടത്തിൽ ന്യായമുള്ളതായി കാണുന്നില്ല എന്ന പ്രയോഗം ഗുരുവിൻ്റെ ഇൻക്ലൂസീവ്നെസ്സിൻ്റെ ഉദാഹരണമായി ഈ ഉദാഹരണം പറഞ്ഞിട്ടല്ലെങ്കിലും ജോൺ ധർമ്മതീർത്ഥ നമുക്ക് മുന്നിൽ മുന്നോട്ട് വയ്ക്കും. നാം ഡൊസൈൽ ബോഡീസ് എന്ന് പറയുന്ന തൊടാനറച്ചിരുന്ന, മിണ്ടാനറച്ചിരുന്ന മനുഷ്യർക്കിടയിലേക്ക് സായുജ്യത്തിൻ്റെ അടുത്തിരിക്കാൻ കഴിയുന്നതിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ളൊരു പരികൽപ്പനയെ വികസിപ്പിച്ചെടുക്കുന്ന ഗുരുവിനെ കുറിച്ചിട്ടുള്ളൊരു ഉദാഹരണമാണ് ഈ കാര്യം. ഞാനൊരു പഴയ ഉദാഹരണം പറയാം. ഇപ്പം പട്ടിയെ തൊട്ടാൽ കുളിക്കണമോ എന്ന് കേരളത്തിലെ ഒരു യുക്തിവാദി പ്രസംഗിച്ചിട്ട് അത് ഒരു മതത്തിൻ്റെ അവകാശം മാത്രമായി കൊണ്ട് കെട്ടുന്നത് കാണാം. പട്ടിയെ തൊട്ടാൽ കുളിക്കേണ്ടതുണ്ടോ? പട്ടി വിരോധം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെത് മാത്രമാണോ? നീലകണ്ഠൻ്റെ പ്രായച്ചിത്ത മയൂഖ എന്ന കൃതി വായിക്കുമ്പോൾ അതിലൊരു കോട്ട് ഇങ്ങനെ കാണാം. ഒരുപക്ഷെ വായനയിൽ സംസ്കൃതത്തിൻ്റെ ചെറിയ മിസ്റ്റേക്സ് വന്നു പോയേക്കാം. ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ പ്രശ്നമായിട്ട് മാത്രം എടുത്താൽ മതി. ബോധാന്യാശുപദാംശ്ചൈവ ലോകായധിക നാസ്തികാൻ വികർമ്മസ്ഥാൻ ദ്വിജാൻ സ്പൃഷ്ട സചൈലോ ജലമാഭിഷേത്. ഇത് ആ നായയുടെ ഉദാഹരണമല്ല കേട്ടോ, അതുക്ക് മേലെ ഉള്ളൊരു ഉദാഹരണം. നിങ്ങൾ ആരെ തൊട്ടാൽ കുളിക്കണം. ഇന്നും മലയാളത്തിലടക്കം നാം പറയുന്നൊരു കാര്യമുണ്ടല്ലോ, തൊട്ടാൽ കുളിക്കേണ്ട ജാതിയാണതെന്ന്. അവരെ തൊട്ടാൽ കുളിക്കണം. ആരെയൊക്കെ തൊട്ടാൽ കുളിക്കണം എന്നാണ് മനു പറയുന്നതെന്ന് നീലകണ്ഠൻ്റെ പ്രായച്ചിത്ത മയൂഖയിൽ നിന്ന് ഉദാഹരിച്ച കാര്യമാണ്. ഇഫ് എ പേഴ്സൺ ടച്ചസ് എ ബുദ്ധിസ്റ്റ്, ഒരു ബുദ്ധമതക്കാരനെ തൊട്ടാൽ, അല്ലെങ്കിൽ ഒരു പശുപത സംസ്കാരം പിന്തുടരുന്നയാളെ തൊട്ടാൽ, ഒരു ലോകായതനെ തൊട്ടാൽ, ഒരു നാസ്തികനെ തൊട്ടാൽ, ഈ വാക്യങ്ങൾ
1960 ശേഷമുള്ള ഇന്ത്യയുടെ ഏത് പുസ്തകത്തിലാണ് ആവർത്തിക്കുന്നതെന്നുള്ളത് ഞാനിവിടെ സ്പഷ്ടമായി പറയുന്നില്ലെങ്കിലും നമുക്ക് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു മഹാപാതകിയെ തൊട്ടാൽ ഹി ഷാൾ പ്യൂരിഫൈ ഹിംസെൽഫ് ബൈ ഹാവിങ് എ ബാത്ത് എന്നുള്ളത് ഇന്ത്യയിലെ നിർണായകമായ ഒരു ചരിത്ര നിയമമായിരുന്നു. ഒരുപക്ഷെ ഈ പറയുന്ന വിശ്വാസ പ്രമാണങ്ങളിലുള്ളവരെ, നാസ്തികരെ അടക്കം തൊട്ടാൽ കുളിക്കണം എന്ന് പറയുന്ന വാദം വീണ്ടും പ്രബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വിഷ്ണുധർമ്മസൂത്രത്തിലെ ഒരു ഭാഗം കൂടി പറയാം. ചാതുർവർണ്ണ്യം സ്ഥാപിക്കപ്പെട്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു ദേശമുണ്ടെങ്കിൽ ആ ദേശത്തെ മ്ലേച്ഛമായി കരുതണം. ആകയാൽ ആര്യാവർത്തം അതിനുമപ്പുറമാണ് എന്ന് ശരീരങ്ങൾക്ക് വിലയിട്ടിരുന്ന ഒരു കാലത്താണ് ഗുരു ഒരങ്കുലം നീളത്തിൻ്റെ കഥ പറയുന്നത്. സത്യത്തിൽ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞുപോയി. അത് വീണ്ടും പറയാമെന്നുള്ളൊരു ആകുലത എനിക്കുണ്ട്. ഹിന്ദു പുരാണങ്ങളിൽ വസിഷ്ഠ വിശ്വാമിത്രന്മാർ തമ്മിൽ നടന്ന ഒരു കലഹത്തെപ്പറ്റി സ്വാമി പറയുകയാണ്. വസിഷ്ഠൻ ബ്രാഹ്മണനും വിശ്വാമിത്രൻ ക്ഷത്രിയനുമാണ്. ഇപ്പം ക്ഷത്രിയാഭിമാനം തിരിച്ചു വരുന്നൊരു കാലമാണല്ലോ. ഞാൻ ബ്രാഹ്മണജാതിയിൽ പിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ കാലമാണല്ലോ. ബ്രാഹ്മണജാതിയിൽ പിറന്നുകൊണ്ട് ഭഗവാനെ നിന്റെ അടുക്കൽ വരാൻ എനിക്ക് കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കാലമാണല്ലോ. ഇനി ബ്രാഹ്മണജാതിയിൽ പിറന്നു എന്ന് വിചാരിച്ചോ, പിറന്നു കഴിയുമ്പോഴാണ് ആ ബ്രാഹ്മണൻ ആലോചിക്കുന്നത് ഈ ഇരിക്കുന്ന മൂർത്തിയുടെ ജാതി ഏതാണെന്ന്. അത് ബ്രാഹ്മണനാണോ, അത് ക്ഷത്രിയനാണോ, അല്ല അതിലും താഴെയാണോ എന്നാലോചിക്കുന്ന ഒരങ്കുലം നീളത്തിൻ്റെ കാലത്ത് ശ്രീനാരായണൻ പറഞ്ഞ ഈ തമാശയ്ക്ക് വളരെ വലിയ മൂല്യമുണ്ട്. വസിഷ്ഠൻ ബ്രാഹ്മണനും വിശ്വാമിത്രൻ ക്ഷത്രിയനുമാണ്. ബ്രാഹ്മണനും ക്ഷത്രിയനും തമ്മിൽ ഒരങ്കുലത്തിൻ്റെ ഭേദമേ ഉള്ളൂ. അത്ര അടുത്തു നിൽക്കുന്ന ക്ഷത്രിയൻ ബ്രാഹ്മണനാവാൻ ശ്രമിച്ചിട്ടുണ്ടായ പാട് എത്രയോ വലുതാണ്. ആ സ്ഥിതിക്ക് എത്രയോ ദണ്ഡകലെ കിടക്കുന്ന മറ്റു ജാതിക്കാർ ബ്രാഹ്മണ്യത്തിന് ശ്രമിച്ചാലുള്ള കഥ എന്തായിരിക്കും എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ നർമ്മത്തിൻ്റെ എക്കണോമിക്സിനെ കണ്ടുപിടിച്ച ഒരു പണ്ഡിതൻ കേരളത്തിൽ ജനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ എ അയ്യപ്പൻ എന്നാണ്. അദ്ദേഹം പൊന്നാനി താലൂക്കിലെ ഒരു ഗ്രാമത്തെ സാങ്കല്പിക ഗ്രാമമാക്കി എടുത്തുകൊണ്ട് ഒരു പുസ്തകം എഴുതിയത് നാം വായിച്ചിട്ടുണ്ടാവും. സോഷ്യൽ റെവല്യൂഷൻ ഇൻ എ കേരള വില്ലേജ്. ആ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയത് പ്രസിദ്ധ പണ്ഡിതൻ എം.എൻ. ശ്രീനിവാസാണ്. കേരളത്തിൻ്റെ പരമ്പരാഗത സാമൂഹിക ഘടനയിൽ നിലനിന്നിരുന്ന സ്ട്രക്ചറൽ ഡിസ്റ്റൻസിനെ പറ്റി ശ്രീനിവാസൻ പറഞ്ഞിട്ട് ഈ സ്ട്രക്ചറൽ ഡിസ്റ്റൻസിനെ അവസാനിപ്പിച്ചുകൊണ്ട് നാം എങ്ങനെ ഒരു സാമൂഹിക വികസന പ്രക്രിയയിലേക്ക്, സാമ്പത്തിക ആസൂത്രണത്തിലേക്ക് പോയി എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ സോഷ്യൽ റെവല്യൂഷൻ എന്നുള്ളത് എ അയ്യപ്പൻ്റെ നിർവചനത്തിൽ പൂർത്തീകരിക്കപ്പെടും. എങ്ങനെയാണ് ഈ ഗ്രാമത്തിൽ, ഞാൻ എടുക്കുന്ന ഈ ഗ്രാമത്തിൽ സോഷ്യൽ റെവല്യൂഷൻ പൂർത്തീകരിക്കപ്പെട്ടത്? അതിന് അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ എനർജി ശ്രീനാരായണ ഗുരു ആണ്. ഒരങ്കുലത്തിൻ്റെ ഭേദം പോലും നമ്മെ പരസ്പരം അകറ്റി നിർത്തിയിരുന്ന ആ സാങ്കല്പിക ഭൂതകാലത്തെ പൊളിച്ചുകൊണ്ട് നാം യാഥാർത്ഥ്യബോധത്തിൻ്റെ ഒരു കാലത്തിലേക്ക് മുന്നോട്ട് പോകണം എന്ന് ഗുരു ഡൊസൈൽ ബോഡീസിനെ തകർക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാഷയിലൂടെ വിളിച്ചു പറഞ്ഞു. ഡൊസൈൽ ബോഡീസ് എന്നത് ഫൂക്കോയുടെ ഒരു പ്രയോഗമാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെ ആ അപകർഷബോധത്തെ അടച്ചു വച്ചിരിക്കുന്നു. എൻ്റെ ശരീരം എൻ്റെ ജാതി ശരീരമാണെന്നും മനുഷ്യ ശരീരമല്ലെന്നും പാരമ്പര്യം എന്നെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നു. ഈ ക്യുമുലേറ്റീവ് ഹെറിറ്റേജ് എന്നെ ഒരു സവർണ ശരീരം കാണുമ്പോൾ ദൂരെ നിൽക്കാൻ പഠിപ്പിക്കുന്നു. ആ ബോധത്തെ ഗുരു ഒരു വലിയ മന്ത്രം കൊണ്ട് തിരുത്തുകയുണ്ടായല്ലോ. അതിനെ നാം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പഠിപ്പിച്ച മുദ്രാവാക്യമായും, മനുഷ്യാണാം മനുഷ്യത്വം എന്ന പ്രഖ്യാപനമായും, പുണർന്നു പെറുമെല്ലാം ഒരിനം എന്ന തത്വമായും ഇന്ന് തിരിച്ചറിയുന്നു. പുണർന്നു പെറുമെല്ലാം ഒരിനം എന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇനം എന്നതിന് കൊടുക്കാൻ പറ്റുന്ന തത്തുല്യമായ സയൻറ്റിഫിക് വേർഡ്, ബയോളജിക്കൽ വേർഡ് സ്പീഷീസ് ആണെന്നുള്ളത് ഓർത്തുകൊള്ളുക. മനുഷ്യരെല്ലാം ഒരു സ്പീഷീസ് ആണെന്നും പരസ്പരം പുണർന്നാൽ മനുഷ്യർക്ക് മനുഷ്യ കുട്ടികൾ മാത്രമേ ഉണ്ടാകൂ എന്നുമുള്ള ആ തത്വവിചാരണ ഗുരുവിൻ്റെ ബയോളജിക്കലായിട്ടുള്ളൊരു സെമിയോട്ടിക്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്.
രണ്ടാമത്തേത് ജാതിഭേദത്തിൽ മതദ്വേഷത്തെ മാറ്റിവെച്ചുകൊണ്ട് കൾച്ചറൽ ഡൈവേഴ്സിറ്റി നിലനിൽക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ പാരിസ്ഥിതികമായ ബോധം. മൂന്നാമത്തേത് ജാതി അസാമൂഹികമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഒരുപക്ഷെ ആ കാര്യത്തെ സംബന്ധിച്ച് വലിയ ഡിസ്പ്യൂട്ടുകൾ ഇന്ന് നിലവിലുണ്ട്. കരിങ്കുഴലിമാരോട് കലർന്നുരുകിയ പൂങ്കുരുന്നടി പിരിഞ്ഞടിയനിങ്ങ് കുഴയുന്നു. ഇത് മനനാതീതത്തിലെ വരി ഗുരു എഴുതുകയാണ്. പെണ്ണിനെ കാണുമ്പോൾ പേടിക്കുന്ന തൻ്റെ ആൺ ശരീരത്തെക്കുറിച്ച് ബ്രഹ്മവിദ്യാ മന്ത്രം മുൻനിർത്തി ശ്രീനാരായണ ഗുരു സംസാരിക്കുന്നു. അലഞ്ഞു തലയും മുലയുമേന്തി അകതാരിൽ കലങ്ങി എഴുമാഴിയും അരിഞ്ഞരിയ കണ്ണും വിളങ്ങി വിളയാടി നടകൊള്ളും ഇവരോടും മലങ്ങളൊഴുകും കുടിലിലാണ് വലയുന്നു. ഈ വാക്യം മുൻനിർത്തിയിട്ട് ഗുരു സ്ത്രീ വിരുദ്ധനാണ് എന്ന് വാദിക്കാൻ പറ്റും. ഗുരു സ്ത്രീകളെ എതിർപക്ഷത്ത് കണ്ടിരുന്നു. ഇണങ്ങി ഇരു കൊങ്കയും ഇളക്കിയിരുന്നുണ്ണും പിണങ്ങളോട് പേടി പെരുതായി വിളയുന്നു. മണം മുതൽ ഒരഞ്ചിലും അണഞ്ഞു വിളയാടും പിണങ്ങളോട് ഞാനൊരു കിനാവിലും ഇണങ്ങ എന്ന് ഗുരു എഴുതിയ വിനായകാഷ്ടകത്തിലെ ഈ വരികൾക്കടക്കം ശിവാനന്ദ ലഹരിയോടുള്ള കടപ്പാട് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടും ശ്രീനാരായണ ഗുരു സ്ത്രീ വിരുദ്ധനാണ് എന്ന് ആധുനികമായി തന്നെ സ്ഥാപിക്കുന്നതിനുള്ള പ്രക്രിയയ്ക്ക് ഒരു മറുവായന സാധ്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഗുരു മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന് പറയുന്നിടത്ത് ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളൊക്കെയും സ്ത്രീയുമായി ബന്ധപ്പെട്ടതാണെന്നത് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. മനുഷ്യർ ഒന്നാണ്. ജാതിഭേദം, മതദ്വേഷം ഇല്ല, അത് പാടില്ല എന്ന് പറയുന്നിടത്ത് മനുഷ്യരൊന്നാണ്. ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്ന് പെണ്ണിനെ മുൻനിർത്തിയിട്ട് പറയുന്നു. പുണർന്നു പെറുമെല്ലാം ഒരിനം എന്ന് പറയുന്നു. പെറുക എന്ന പ്രക്രിയ പെണ്ണിൻ്റെ ജൈവിക സംസ്കാരത്തിൽ നിന്ന് ഗുരു എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഗുരു കുടുംബത്തെപ്പറ്റി പറയുന്നു, ഗൃഹനായികയെപ്പറ്റി പറയുന്നു, കുടുംബം ഉണ്ടാകേണ്ടതിനെക്കുറിച്ച് പറയുന്നു. ഗൃഹനായികയെക്കാളും വലുതെന്ത് ലഭിച്ചിടാൻ, നാരിമാർക്കിങ്ങുതൻ പ്രാണപൂജ ലഭിക്കുകിൽ ദേവലോകത്തിലും മേലും ശ്രേയസ്സൊക്കെ ലഭിച്ചിടാം എന്ന് ഗുരു പറയുന്നു. ഇതിനെ സൈദ്ധാന്തികമായി വിശദീകരിച്ച് നോക്കുക. ഒരുപക്ഷെ ലൂസി റിഗാരെ ഫ്രോയിഡിനെ പറ്റി പറയുന്നിടത്ത് ഫ്രോയിഡിനെ തിരുത്തുമ്പോഴുള്ള പെണ്ണിൻ്റെ പ്രതിനിധാനം എന്ന പ്രയോഗമെടുക്കും. കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ പെണ്ണ് പലരുടെ ലൈംഗിക അനുഭവങ്ങളുടെ പ്രതിനിധാനമായിരുന്നൊരു കാലത്താണ് ഗുരു പറഞ്ഞത്, ഒരു പെണ്ണിന് പല ഭർത്താക്കന്മാരും ഒരു ഭർത്താവിന് പല പെണ്ണുങ്ങളും എന്ന പ്രക്രിയ അവസാനിക്കണം. തോന്നുമ്പോൾ തോന്നുന്നത് പോലെ സംബന്ധം കൂടുന്ന അവസ്ഥ അവസാനിക്കണം. മറിച്ച് സുസ്ഥിരമായ ഒരു കുടുംബ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായിത്തീരണം. വെറുതെ കുടുംബമുണ്ടായാൽ മാത്രം പോരാ, കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ കഴിയണം. കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അവർക്ക് വൃത്തി കൊടുക്കാൻ കഴിയണം, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയണം. കുടുംബത്തിൽ ശുചിയുണ്ടാവണം. കായവാക്ഛേദസാം ശുദ്ധിരിന്ദ്രിയാണാം ഗൃഹസ്യാജ പഞ്ചയിതേ മർത്യവർഗസ്യ ശുദ്ധയാ സ്മൃത എന്ന് ഗുരു ശ്ലോകം എഴുതി വെച്ചു. കായം, വാക്ക്, ചേതസ്, ഇന്ദ്രിയം, ഗൃഹം, ഈ നാലിടത്തും ശുദ്ധി ഉണ്ടാകണം എന്നെഴുതി വെച്ച വരികളെ പാരിസ്ഥിതികമായി നമുക്കിന്ന് വിശദീകരിക്കാൻ പറ്റും. ഹെലൻ പിൽച്ചറുടെ പുസ്തകമൊക്കെ മുൻനിർത്തി വിശദീകരിക്കാൻ പറ്റുമെങ്കിലും അക്കൂട്ടത്തിൽ ഗുരു ഗൃഹത്തിന് കൊടുക്കുന്ന രാഷ്ട്രീയ പ്രാധാന്യം, സാമൂഹിക പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മികച്ച കുടുംബത്തെ നിർമ്മിച്ചുകൊണ്ട് കുടുംബ സംവിധാനത്തിലൂടെ സമൂഹം മുന്നോട്ട് പോകണം എന്ന ആധുനികമായ ഈ കാഴ്ചപ്പാട് ഗുരുവിനെ സ്ത്രീ വിരുദ്ധനാക്കി തീർക്കുകയല്ല, മറിച്ച് നമ്മുടെ സാമൂഹിക പരിഷ്കൃതിയുടെ ഘട്ടത്തിൽ നിർണായകമായ ഒരു സ്വരമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് പോപ്പുലേഷൻ സ്റ്റഡി വെച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റും. ഗുരുവിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ്റെ ഖണ്ഡം ഞാൻ എടുക്കുകയാണ്. ഗുരു ഈശാവാസ്യോപനിഷത്തിലെ ഒരു വരി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഗുരുവിൻ്റെ വിവർത്തനങ്ങളിലെ അപൂർവ കൃതികളിലൊന്നാണ്. ഗുരു വളരെ കുറച്ച് മാത്രം കൃതികൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. കുർവന്നേവേഹ കർമാണി ജിജീവിഷേച്ഛദം സമാ ശതം സമാ ഗുരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഈശാവാസ്യത്തിലെ ഈ വരികളുടെ അർത്ഥം 100 വർഷം സർവ ഐശ്വര്യങ്ങളോടെയും ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുക എന്നതാണെങ്കിൽ ഗുരു എന്ന ട്രാൻസ്ലേറ്റർ ആ വരികളിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിങ് അസംഗനായി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഗുരു 100 വർഷം എന്നുള്ളത് വിട്ടുകളഞ്ഞു. 100 വർഷം എന്നത് നമ്മുടെ സാമൂഹിക ക്രമത്തിൽ സാധ്യമല്ല എന്ന് ഗുരുവിലെ വിവർത്തകന് അറിയാമായിരുന്നു.
ആർക്കാണ് ഈ 100 വർഷം സാധ്യമാവുക? ഒരു പണിയും എടുക്കാതെ ചൂഷണം ചെയ്തുകൊണ്ട് മനുഷ്യരുടെ ചോര കുടിച്ചുകൊണ്ട് ദൈവങ്ങളുടെ പേരിൽ ജീവിച്ചിരിക്കുന്നവർ 100 കൊല്ലത്തെ ജീവിത സൗഖ്യത്തെ ആഗ്രഹിക്കുമ്പോൾ ഈ നാട്ടിലെ മനുഷ്യർക്ക് അവർ ജീവിച്ചിരിക്കുന്നിടക്കാലമെങ്കിലും സൗഖ്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുക എന്ന ആ പ്രത്യയശാസ്ത്ര ബോധ്യത്തെ തകഴി ശിവശങ്കരപ്പിള്ള തോട്ടിയുടെ മകനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇഷിക്കിമുത്തു എത്രാമത്തെ വയസ്സിലാണ് മരിച്ചു പോണത്? ചുടലമുത്തു മരിച്ചു പോണതിൻ്റെ പ്രായത്താ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 40 തൊട്ടിട്ടില്ല രണ്ടുപേരും. അപ്പൻ മരിക്കുമ്പോൾ 36 വയസ്സാണ് പ്രായം. ഇന്ന് വേണമെങ്കിൽ ഒരു യുവാവ് കല്യാണം കഴിച്ച് കുടുംബജീവിതം തുടങ്ങുന്ന കാലത്ത് തോട്ടിയുടെ മകനിലെ തോട്ടി മരിച്ചുപോയി. തോട്ടി മരിച്ചു പോകാനുള്ള കാരണം എന്താ? തീട്ടം മൂക്കിൽ അടഞ്ഞിട്ട് ശ്വാസകോശത്തിലേക്ക് പടർന്നതാണ്. ഞാൻ ഈ കോരുന്ന മലമൊക്കെ ആരുടേതാണെന്ന് ആ പുസ്തകത്തിൽ പറയും. ഈ നാട്ടിൽ തിന്ന് തൂറി നടക്കുന്നവൻ്റെ ജന്മിമാരുടെ മലം മുഴുവൻ പാട്ടയിൽ ചുമന്ന് ഞാൻ വിളയിലേക്ക് കൊണ്ട് കളയുന്നു. ആ പുസ്തകം വൈകാരികമായി സ്വീകരിക്കപ്പെട്ടതിൻ്റെ പിറകിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഊർജത്തോടൊപ്പം തന്നെ നമ്മുടെ ആയുർദൈർഘ്യത്തെക്കുറിച്ചിട്ടുള്ളൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. അപ്പോൾ പനി പിടിച്ചിട്ട് കിടക്കുമല്ലോ അപ്പൻ പനി പിടിക്കുന്നതിൻ്റെ കാരണം നമ്മളീ പറയുന്ന ഇൻഫെക്ഷനാണ്. ഇന്ന് ആ ഇൻഫെക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മരുന്ന് കഴിക്കുമെങ്കിൽ എത്രയോ ദിവസം ആലപ്പുഴയിലെ തോട്ടിയായി ജീവിച്ച് മലം ചുമന്ന് തൻ്റെ ഇൻഫെക്ഷൻ ബാധിച്ചിട്ട് പനി കടുക്കുമ്പോഴാണ് നീ ഓവർസിയറോട് പോയി പറയാം അപ്പന് വരാൻ നിർവാഹമില്ല, അതിന് പകരം നിന്നെ വിട്ടിരിക്കുകയാണെന്ന് പറയണത്. ആ അപ്പനാണ് മരിച്ചു പോണത് രാഖി രാമാനം. തിരിച്ചു വരുമ്പോൾ മലം വാരിയതിൻ്റെ കൂലിയായി വീട്ടിൽ അഴുകിയിരിക്കുന്ന പഴങ്കഞ്ഞികൾ അവന് കൂലി കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെ കഴിക്കാൻ പറ്റും? ഞാൻ എൻ്റെ കൈ വൃത്തിയാക്കിയിട്ടില്ല എന്ന് മകൻ ചിന്തിക്കുമല്ലോ. ആ മകൻ കളഞ്ഞ പഴഞ്ചോറിൻ്റെ ഓർമ്മയുമായി തിരിച്ചു വീട്ടിലെത്തുമ്പോൾ അപ്പൻ്റെ വിളി ഇപ്പോഴും നമ്മുടെ കാതിൽ മുഴങ്ങുന്നുണ്ട്. ചോറ് കൊണ്ടുവന്നോടാ? ഇല്ലപ്പ, ഞാൻ ചോറ് കൊണ്ടുവന്നിട്ടില്ലടാ. പഞ്ചമ്മ പാതകി എന്നാണല്ലോ മറുവിളി. പഞ്ചമ്മ പാതകി, ഇന്ന് നീ എന്നെ വിശപ്പിൽ കിടത്തിയല്ലോ. അപ്പൻ ഉണർന്നിട്ടില്ല. രാഖി രാമാനം അപ്പൻ സ്വർഗമോ നരകമോ കണ്ടിട്ടില്ല. പക്ഷേ അപ്പൻ മരണത്തെ തൊട്ടു. എൻ്റെ അപ്പനെ കുഴിച്ചിടാൻ ഒരു തുണ്ട് ഭൂമി തരുമോ എന്നാണല്ലോ മകൻ്റെ ചോദ്യം. അപ്പനെ എവിടെ കുഴിച്ചിടും? അപ്പനെ കുഴിച്ചിടാൻ ഒരു ഓവർസിയറന്മാരും അപ്പൻ മലം കോരിക്കൊണ്ടിരുന്നിടത്ത് പോലും ഭൂമി തരില്ല. ഇന്നാളും ഈ ജന്മിമാരുടെ മലം കോരിയിട്ടും അവരുടെ വീടിൻ്റെ തുഞ്ചത്ത് 1 മണി സ്ഥലം അവരെൻ്റെ അപ്പന് വേണ്ടിയിട്ട് തന്നിട്ടില്ല. എവിടാണോ മലം കൊണ്ട് തട്ടണത് അവിടെ നിൻ്റെ അപ്പനെ കൊണ്ട് തട്ടിക്കോ എന്ന് പറയുന്ന ഡയലോഗ് പിൽക്കാലത്ത് മലയാളത്തിലൊരു സിനിമയിൽ വന്നിട്ടുണ്ട്. ലേലം എന്ന് പറയുന്ന സിനിമയിൽ എൻ്റെ അപ്പൻ്റെ ശരീരം ചുമന്നിട്ട് രാഖി രാമാനം ഞാൻ മലയിലിറങ്ങുമ്പോൾ ഇത്ര നീളത്തിലുള്ള പുഴു. എനിക്ക് തോന്നുന്നത് ആ സിനിമയിലെ തന്തയാണ് വളരെ പൊളിറ്റിക്കൽ മകനെക്കാളും. മകൻ കള്ള് കച്ചവടത്തിന് കൂട്ടു നിൽക്കുമ്പോൾ കള്ള് കച്ചവടക്കാരനാണെങ്കിലും അപ്പൻ പിതാവിൻ്റെ ചരിത്രം പറയുന്നുണ്ട്, ഇത്രോളം നീളമുള്ള ഒരു പുഴുക്കൾ. എൻ്റെ അപ്പനെ ഈ പാതിരിമാർ പള്ളിപ്പറമ്പിൽ കിടത്താൻ പറ്റില്ല, തെമ്മാടിക്കുഴിയിൽ കൊണ്ട് കുഴിച്ചിട്ടോ എന്ന് പറഞ്ഞ ഈ കമൻറ്റിന് തകഴി ശിവശങ്കരപ്പിള്ളയുടെ തോട്ടിയുടെ മകൻ്റെ ചരിത്രത്തോളം വലിപ്പമുണ്ട്. മനുഷ്യരുടെ ആയുസ്സിന് മലത്തോളം പോലും ദീർഘിതയില്ലാതിരുന്ന ഒരു കാലത്താണ്. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമെങ്കിലും നിങ്ങൾ സൗഖ്യത്തോടു കൂടി ജീവിച്ചിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ തൻ്റെ വരികളിൽ എഴുതി വയ്ക്കാൻ ശ്രീനാരായണ ഗുരുദേവന് തോന്നിയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രമേൽ അടിത്തട്ടിനെ സ്പർശിക്കുന്ന, മനുഷ്യരുടെ വേദനകളെ സ്പർശിക്കുന്ന, പട്ടിണിയുടെ കിണറിൻ്റെ അഗാധതയെ സ്പർശിക്കുന്ന, രോഗത്തിൻ്റെ കൊടുമയെ സ്പർശിക്കുന്ന, തല്ലുകൊണ്ട മുറിപ്പാടിൻ്റെ തുഞ്ചത്തിരിക്കുന്ന എണ്ണത്തുള്ളിയെ സ്പർശിക്കുന്നത്ര സ്നേഹത്തിൻ്റെ മമത ശ്രീനാരായണ ഗുരുവിൻ്റെ പൊളിറ്റിക്സിനുണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആധുനികതയാണ്. അതുകൊണ്ട് ഗുരുവടക്കമുള്ള കവികൾക്കൊന്നും മലയാള കവിതയുടെ ചരിത്രത്തിലേക്ക് പ്രവേശനം അംഗീകരിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കവിഭാരതം എന്നൊരു പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിൽ എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനില്ല? ആ പുസ്തകത്തിൽ എന്തുകൊണ്ട് മുലൂർ പത്മനാഭ പണിക്കരില്ല? ആ പുസ്തകത്തിൽ എന്തുകൊണ്ട് വെളുത്തേരി ഇല്ല? ആ പുസ്തകത്തിൽ എന്തുകൊണ്ട് പെരുന്നെല്ലി ഇല്ല? ആ പുസ്തകത്തിൽ എന്തുകൊണ്ട് കുമാരനാശാൻ്റെ പേരുപോലുമില്ല എന്ന സന്ദേഹം മുലൂർ പത്മനാഭ പണിക്കർ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനോട് എഴുതി ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ പരസ്യവാചകം ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ 1ാം പതിപ്പുമല്ല തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. തിരുത്തി പരിഷ്കരിച്ച് പുറത്തിറക്കുമ്പോൾ എല്ലാ കവികളുടെയും പേരുണ്ടായിരിക്കുമെന്നുള്ളതാണ്.
പക്ഷേ കവിഭാരതം അച്ചടിക്കപ്പെട്ട് പുറത്തിറക്കിയിട്ടും ആ പുസ്തകത്തിൽ ഒരിടത്തും ഈ കേരളത്തിൽ കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന പലരുടെയും പേരില്ലാതെ വന്നപ്പോൾ ഇത് ജാതി കാരണമാക്കി ഒഴിവാക്കിയതാണ് എന്ന ബോധ്യത്തോടുകൂടി മുലൂർ പത്മനാഭ ശൗണ്ഠികൻ, കുറച്ചു കാലം അദ്ദേഹത്തിൻ്റെ പേര് ശൗണ്ഠികനായിരുന്നു, അത് ഞാനിവിടെ വിസ്തരിക്കാൻ എനിക്ക് സമയമില്ല. 1893 ആലപ്പുഴ ജില്ലയിലെ വേളോർവട്ടം ശിവക്ഷേത്രത്തിൻ്റെ നടക്കൽ പന്തലിട്ട് ഇതുപോലൊരു വലിയ മീറ്റിംഗ് വിളിച്ചുകൂട്ടുകയും കേരളത്തിലെ ഈഴവ യുവാക്കളിലെ ബുദ്ധിജീവികളെ വിളിച്ചുകൂട്ടി അന്ന് ശ്രീനാരായണ ഗുരു പങ്കെടുക്കാത്തതിനാൽ ആ സദസ്സിൽ അന്നത്തെ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന മതഖണ്ഡന വെങ്കിടഗിരി സ്വാമികളെ ഇരുത്തി വലിയ ചർച്ച നടത്തുകയും ഈഴവർ ഹിന്ദുക്കളാണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഉത്സവം നടത്താൻ കഴിയുന്നില്ല, ഈഴവർ ഹിന്ദുക്കളാണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഉത്സവത്തിന് ആനയെ കൊണ്ടുവരാൻ പറ്റുന്നില്ല, ഈഴവർ ഹിന്ദുക്കളാണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഹിന്ദുധർമ്മം പൂർണ്ണമായി ആചരിക്കാൻ പറ്റുന്നില്ല, ഈഴവർ ഹിന്ദുക്കളാണെങ്കിൽ എന്തുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല എന്ന് കേരളത്തിലെ ചെറുപ്പക്കാർ ചർച്ച ചെയ്യുമ്പോൾ മതഖണ്ഡന വെങ്കിടഗിരിസ്വാമി ആ ചർച്ച മുഴുവൻ കേട്ടിട്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യമാണ്, ഇനിമേൽ ഈഴവർ പണിക്കർ എന്നല്ല അറിയപ്പെടുന്നത്, ശൗണ്ഠികർ എന്നറിയപ്പെടും. സർവകാല കലകളിലും വിദ്യാപാരംഗതരായിട്ടുള്ള ഈ സമൂഹം ശൗണ്ഠികർ എന്ന പേരിൽ അറിയപ്പെടണം. അപ്പം തന്നെ മുലൂർ പത്മനാഭ പണിക്കർ വെട്ടിക്കളഞ്ഞിട്ട് മുലൂർ പത്മനാഭ ശൗണ്ഠികൻ എന്നെഴുതി വെച്ചു. ആ മുലൂർ പത്മനാഭ ശൗണ്ഠികനാണ് കൊടുങ്ങല്ലൂർ കുഞ്ചിക്കുട്ടൻ തമ്പുരാൻ്റെ കവിഭാരതത്തിന് മറുകൃതി എഴുതുന്നത്. അദ്ദേഹം കവിഭാരതത്തിന് മറുകൃതി കവിരാമായണം എന്നെഴുതുമ്പോൾ ആ രാമായണത്തിലെ ഗവയൻ്റെ സ്ഥാനത്ത്, കുരങ്ങ് സൈനികൻ്റെ സ്ഥാനത്ത് കുമാരനാശാനെ ഗവയനായി സങ്കല്പിച്ചു. വാൽമീകിയെ ആരായിട്ട് സങ്കല്പിക്കും? അത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണോ വാൽമീകി? വെൺമണി അച്ഛൻ നമ്പൂതിരിപ്പാടാണോ വാൽമീകി? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണോ വാൽമീകി? വാൽമീകി ആരെന്ന ചോദ്യത്തിന് കാണും ജംഗമസ്ഥാവര നിഖില പദാർത്ഥങ്ങൾ നിത്യങ്ങളല്ലെന്നുൾക്കാമ്പിൽ തീർച്ച ചെയ്തും ചില കുറി കവിതാശക്തിയിൽ സക്തനായും ചിൽക്കാരുണ്യം ലഭിക്കാൻ കരുതിയുമുടനെ മൗനമേന്തും ശിവശ്രീ ഭക്തൻ നാരായണ സ്വാമികൾ സുകൃതി ശിരോമണി വാൽമീകി അത്രേ എന്നെഴുതി വെച്ചു. ശ്രീനാരായണ ഗുരുവിനെ വാൽമീകിയാക്കുമ്പോൾ അന്നത്തെ കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പൊട്ടിത്തെറി എന്താണെന്ന് നമുക്ക് ആലോചിച്ചാൽ പിടികിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ വാൽമീകിക്ക് മലയാള കവിതയിൽ തുടർച്ചയുണ്ടായി എന്നുള്ളതാണ് ഈ ഇരിക്കുന്ന സദസ്സൊരു പക്ഷേ തൊട്ടുമുന്നേ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യം. ഈ വാൽമീകിയെ മുലൂരിൻ്റെ കൃതിയിൽ നിന്ന് മറ്റൊരു കവി പൊക്കിയെടുത്തു. 1924 ജനുവരി 17 പുലർച്ചെ 5 മണിക്ക് പല്ലനയാറ്റിൽ വെറും 9 അടി താഴ്ചയിലേക്കൊരു ബോട്ട് തലകുത്തനെ മറിഞ്ഞു പോകുമ്പോൾ ആ ബോട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാബിൻ ചെളിയിലേക്ക് അടഞ്ഞു പോകുമ്പോൾ ആ ചെളിവെള്ളത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ ക്യാബിൻ തുറക്കാനാവാതെ ഏത് കടലും നീന്തി കയറാൻ കെൽപ്പുള്ള, കോഴിത്തോട്ടം കായലിനെ തലങ്ങും വിലങ്ങും നീന്തി പരിശീലിച്ചിട്ടുള്ള, ഏത് പുഴയും ഏത് വേഗതയിലും നീന്തിക്കയറാൻ കെൽപ്പുള്ള നീന്തലിനെ തൻ്റെ ശരീരത്തിൽ സൂക്ഷ്മവൽക്കരിച്ചിരുന്ന ഒരു കവി ആ ഡക്കിനുള്ളിലുണ്ടായിരുന്നല്ലോ, ആ ക്യാബിനുള്ളിലുണ്ടായിരുന്നല്ലോ. തടിനി ജലബിംബിതാംഗിയായി ക്ഷമയെ കുമ്പിടുവോരു താരപോൽ ഭവദംഘ്രിലീന ഞാൻ അമലെ ദ്യോവിലുയർന്ന ദീപമാം എന്ന് അദ്ദേഹം എഴുതി വെച്ച കൃതിയിൽ ഉണ്ടല്ലോ. നിങ്ങൾ നക്ഷത്രത്തെ കണ്ടിട്ടില്ലേ? ആ നക്ഷത്രം ജ്വലിക്കുന്ന ആ നക്ഷത്രത്തിൻ്റെ പ്രതിബിംബം നിങ്ങൾക്ക് ജലത്തിൽ കാണാം. ഈ പ്രതിബിംബമാണ് കാവ്യ സൗന്ദര്യത്തിൽ മലയാളത്തിലെ ആധുനികത. പ്രതിബിംബിക്കുന്ന നക്ഷത്രത്തെ കാവ്യശോഭാകരമായി ആവിഷ്കരിച്ച ധൈര്യമാണ് കുമാരനാശാൻ. ആ ധൈര്യത്തിൻ്റെ ശരീരത്തിലാണ് നീന്തൽ സൂക്ഷ്മവൽക്കരിച്ചിരുന്നത്. കായിക്കരയിലെ കടലിൽ നീന്തിത്തുടിച്ചക്കരെ പോയി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചു വെച്ചിരുന്ന കോട്ടയെ കടലിൽ നിന്ന് ഭാവന ചെയ്തിരുന്നവൻ കുമാരനാശാൻ. അവന് പക്ഷേ തൻ്റെ ശരീരത്തിലേക്ക് നീന്തലിനെ വീണ്ടെടുക്കാൻ പറ്റിയില്ല. ഈ ഭവദംഘ്രി ലീന പോലെ അമലമായ ഒരു നക്ഷത്രബിംബം പോലെ ആകാശത്തിലേക്ക് പ്രാണൻ കുമിളയായി പൊങ്ങിപ്പോരുന്നതിൻ്റെ പിടപ്പ് 1924 ജനുവരി 17 51-ാമത്തെ വയസ്സിൽ പിടഞ്ഞുപോയ ആ കവി അതിനു മുമ്പ് 5-6 കൊല്ലമെടുത്ത് എഴുതി വെച്ച കവിതയിൽ മുലൂരിൻ്റെ ഈ വാൽമീകിയെ തിരിച്ചു കൊണ്ടുവന്നു. പെരുമാരിയിൽ മുങ്ങി മാഴ്കിടുന്നൊരു ഭൂമിക്ക് ശരത്ത് പോലവേ
പരമനരികത്തിലെത്തി ആ പരവിദ്യാനിധി നിന്നതുറപ്പു ഞാൻ. സീതയ്ക്കൊരു ചരിത്രം എഴുതുക. സീതയ്ക്ക് ചരിത്രം എഴുതുമ്പോൾ അവളെ തൊടുന്ന വാൽമീകി ആരായിരിക്കണം? സുധർമാമുനിയോട് അയോധ്യയിൽ ഗതരായ ഒരാളെ വന്ന് രന്തിയിൽ അവൾ വാടിയിൽ വന്നിരുന്ന് ജീവിതത്തെക്കുറിച്ച് വിഭാവന ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, വിനിന്ദനം, വിമർശനം, വിഭാവനം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ആ വാടിയിലിരുന്നിട്ട് ആലോചിക്കുമ്പോൾ ഒരു രാത്രിയിൽ ഉപേക്ഷിക്കപ്പെട്ട പെണ്ണായി, നിറഗർഭത്തിൻ്റെ അമ്മയായി, 2 കുഞ്ഞുങ്ങളെ പിറാനിരിക്കുന്നവളായി, പ്രപഞ്ചത്തിൻ്റെ കഷണമായി, ഈ ഭൂമിയുടെ മകളായി ഞാൻ ഈ വാടിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഇരുട്ട് പോലും എനിക്ക് കൂട്ടില്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ എന്നെ വന്നു തൊട്ട ആ കരങ്ങളുടെ പേരെന്താണ്? പെരുമാരിയിൽ മുങ്ങി മാഴുകിടുന്നൊരു ഭൂമിക്ക് ശരത്ത് പോലെ എന്നെ സ്പർശിച്ച പരവിദ്യാനിധി ആരാണ്? നികടത്തിൽ മദീയമാശ്രമം മകളെ പോരികതോർക്ക നിൻ ഗൃഹം എന്നെഴുതി വെച്ച ആ വാൽമീകിയുടെ പേര് സത്യത്തിൽ ഗുരുവിൻ്റെ ശിഷ്യനായ ചിന്നസ്വാമിയുടെ മനസ്സിൽ ശ്രീനാരായണൻ എന്ന് തന്നെയായിരുന്നു. ഈ ശ്രീനാരായണൻ നമുക്കുണ്ടാക്കി തന്ന ആദ്യത്തെ ആശ്രമത്തിൻ്റെ പേരാണ് സത്യത്തിൽ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയുടെ സ്ഥാനത്ത് ആർക്കും പ്രവേശിക്കാം. ഒരു പുരോഹിതനും ആരെയും തടയില്ല, ആരുടെയും മതം ചോദിക്കില്ല. ശിവഗിരിയിൽ മുയൽ വേട്ട നടന്നിരുന്ന ശിവഗിരിയിൽ ഒരിക്കൽ ഗുരുദേവൻ ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ വിശ്രമിക്കുന്നു. ഗുരു വിശ്രമിക്കുമ്പോൾ തലങ്ങും വിലങ്ങും വെടിയൊച്ചകൾ മുടങ്ങിയിരുന്ന ശിവഗിരി കുന്നുകളിലെ കുറ്റിക്കാടുകൾക്കിടയിൽ നിന്ന് ഒരു മുയൽ ഭയപ്പെട്ടിട്ട് ഈ സ്റ്റൂളിനടിയിലേക്ക് വന്നിരുന്നു. ഗുരു തൻ്റെ ചുറ്റും നിന്നവരോട് പറഞ്ഞത് കണ്ടില്ലേ? അത് പേടിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അത് വിറച്ചത് കണ്ടില്ലേ? ഇനി മേലാൽ ശിവഗിരി കുന്നുകൾക്ക് ചുറ്റിൽ വെടിയൊച്ചകൾ ഉയരരുത് എന്ന് നാം പ്രഖ്യാപിച്ചിരിക്കുന്നു. നാം ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു, ശിവഗിരിയിൽ ആരും ഇനിമേൽ വെടിയൊച്ചകൾ ഉയർത്തരുത്, ഒരു മുയലും മരിച്ചു പോകരുത്. അതിൽ പിന്നെ ഒരു മുയലും ശിവഗിരിയിൽ മരിച്ചിട്ടില്ല. ആ ശിവഗിരിയിലേക്കാണ് ഗുരു തീർത്ഥാടനത്തിൻ്റെ 5 നിയമങ്ങൾ കൊണ്ടുവരുന്നത്. കിട്ടൻ റൈറ്റർ ഒരു വൈറ്റ് പേപ്പറുമായി എഴുതാൻ നിൽക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, ഗുരുവേ എപ്പോഴാണ് തീർത്ഥാടനം തുടങ്ങേണ്ടത്? ഗുരു മെല്ലെ കണ്ണടയ്ക്കുന്നു. കണ്ണടച്ചതിന് ശേഷം ഗുരു അത് ക്രിസ്ത്യാനികളുടെ, പാശ്ചാത്യരുടെ ആണ്ട് പിറപ്പ് ദിവസമായ ജനുവരി 1 ആയിക്കൊള്ളട്ടെ എന്ന് പറയുന്നു. ഗുരു ജ്യോതിഷം നോക്കിയിട്ടല്ല പറഞ്ഞത്. ഗുരു ഏതെങ്കിലും പൗരപ്രമാണിയുടെ പൗരോഹിത്യ നിയമം അനുസരിച്ചിട്ടല്ല പറഞ്ഞത്. ആധുനിക സാമൂഹിക ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനുവരി 1 ആയിക്കൊള്ളട്ടെ. വസ്ത്രമേതായിരിക്കണം ഗുരോ? പട്ടാവണ്ട, മഞ്ഞയാവുന്നത് കൊള്ളാം, പക്ഷേ മഞ്ഞപ്പട്ട് വേണമെന്നില്ല. വൃത്തിയുള്ള വെള്ളത്തുണി വീട്ടിലുണ്ടെങ്കിൽ ആ വെള്ളത്തുണി എടുത്തിട്ട് മഞ്ഞൾ പിഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം. തിരിച്ചു കഴിഞ്ഞിട്ട് കഴുകി തിരിച്ചുപയോഗിക്കാമല്ലോ. എത്ര രൂപ ചെലവഴിക്കണം സ്വാമി? അധിക ചെലവാകരുത്. വഴിയോരങ്ങൾ വിനോദയാത്രയുടെ ഭാവത്തിലാകരുത്. കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന ഒരാൾക്ക് 2 ഉറുപ്പിക മതിയാവും. തിരിച്ചു വരുമ്പോൾ ബാക്കിയുണ്ടാകുമെന്ന് ഗുരു കണക്ക് പറയുന്നു. അവർക്ക് ഭക്ഷണമോ സ്വാമി എന്ന് ചോദ്യം. ഭക്ഷണത്തിന് ആശങ്ക വേണ്ട, അവർക്കുള്ള ഭക്ഷണം ശിവഗിരിയിൽ തന്നെ ഉണ്ടായിരിക്കുമെന്ന് ശ്രീനാരായണ ഗുരു ആ പറഞ്ഞ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി എത്രയോ പേർ അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് ആദ്യത്തെ വിളവെടുക്കുമ്പോൾ, 2ാമത്തെ വിളവെടുക്കുമ്പോൾ വണ്ടികളായി ശിവഗിരിയിലേക്ക് പച്ചക്കറിയും പലഹാരങ്ങളും കയറ്റി അയക്കുന്ന ചരിത്രം എനിക്ക് നേരിട്ടറിയാം. ഗുരു എന്നിട്ട് പറഞ്ഞു, ഇവിടെ പ്രസംഗിക്കാൻ വരുന്നവരുണ്ടാകണം. തീർത്ഥാടകർക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാകണം. അവർ ചില കാര്യങ്ങൾ കേൾക്കണം. തൻ്റെ ഇടംകരം ഉയർത്തിയിട്ട് ഗുരു ഓരോന്നോരോന്നായി മെല്ലെ മെല്ലെ പറയാൻ ആരംഭിച്ചു. അതിലൊന്നാമത്തെ കാര്യം, ശുചിത്വത്തെക്കുറിച്ച് ക്ലാസ് എടുക്കണം, അവരെ പഠിപ്പിക്കണം. വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കണം. സാമൂഹിക പ്രവർത്തനത്തെപ്പറ്റി പറയണം, സംഘാടനത്തെപ്പറ്റി പറയണം, കൈത്തൊഴിലിനെ പറ്റി പറയണം. അവർക്ക് സാങ്കേതിക വിദ്യകളിൽ പരിശീലനം കൊടുക്കുന്നതിനെക്കുറിച്ച് പറയണം എന്ന് പറയുമ്പോൾ, ഇന്ന് ശിവഗിരിയിൽ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രസംഗത്തിലെ ഏറ്റവും ആകർഷകമായ ഭാഗം ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണെങ്കിൽ, ശ്രീനാരായണ ഗുരു പറഞ്ഞ കാര്യത്തിൽ AI-ക്കും പ്രവേശനമുണ്ട് എന്നർത്ഥം. നടരാജഗുരു ഒരു വലിയ സെമിനാർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നടരാജനോട് സ്വാമി ചോദിക്കുന്നുണ്ട്, നടരാജ നീ എവിടെ പോയിരുന്നു? അതൊരു പേപ്പർ പ്രസൻറ്റേഷന് പോയതാണ്. എന്തായിരുന്നു പേപ്പറിൻ്റെ ടൈറ്റിൽ? എന്തായിരുന്നു പ്രബന്ധത്തിൻ്റെ വിഷയം? ഡാർവിനായിരുന്നു സ്വാമി. ഓ, ആ വാലുള്ള കുരങ്ങന്മാരിൽ നിന്ന് വാലില്ലാത്ത മനുഷ്യരിലേക്കാണ് നാം വന്നതെന്ന് പറഞ്ഞ സായിപ്പിൻ്റെ പ്രബന്ധമാണോ
നീ അവതരിപ്പിച്ചത് എന്ന് ഗുരു തമാശ പറഞ്ഞതിനർത്ഥം ഗുരു ഡാർവിനെ തള്ളിപ്പറഞ്ഞു എന്നല്ല. ഒരുപക്ഷെ ഒലിവർ സാക്സിൻ്റെ, ലോകപ്രശസ്ത ന്യൂറോളജിസ്റ്റായിട്ടുള്ള ഒലിവർ സാക്സിൻ്റെ ഒരു പുസ്തകത്തിൽ ഡാർവിൻ ആൻഡ് ദ മീനിങ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ആർട്ടിക്കിളിൽ നമുക്കിങ്ങനെ വായിക്കാം. ഡാർവിൻ ഒരു ബൊട്ടാണിക്കൽ ഫാമിലിയിൽ വളർന്നു. ദ ബൊട്ടാണിക് ഗാർഡൻ എന്ന കൃതി എഴുതിയ 2 വോളിയം കൃതി എഴുതിയ ഇറാസ്മസ് ഡാർവിൻ്റെ ചെറുകുട്ടിയായ ഡാർവിൻ നാം ഇന്നറിയുന്നത് പോലെ ഒറിജിൻ ഓഫ് സ്പീഷീസിലൂടെ ജന്തുശാസ്ത്രത്തിൻ്റെ ഒരു ആചാര്യനായി വളരുമ്പോഴും അദ്ദേഹം ഓക്സ്ഫോർഡിൽ കേംബ്രിഡ്ജിൽ പഠിക്കുന്ന കാലത്ത് ഒരു ക്ലാസ് പോലും മുടങ്ങാതെ അദ്ദേഹം കേട്ടിരുന്ന പ്രഭാഷണം ജെ.എസ്. ഹെൻസ്ലോയുടെ പ്രഭാഷണമാണ് എന്ന് ചരിത്രത്തിൽ നാം വായിക്കും. പ്രശസ്ത ബൊട്ടാണിസ്റ്റായിരുന്ന ഹെൻസ്ലോയുടെ ഒരു ക്ലാസ് പോലും മുടങ്ങാതെ കേട്ടിരുന്ന ഡാർവിൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബൊട്ടാണിസ്റ്റായിരുന്നെന്നും തൻ്റെ പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം പൂക്കളെ ഉപയോഗിച്ചിരുന്നതിൻ്റെ പിറകിലുള്ള സസ്യശാസ്ത്രജ്ഞാനം എത്രമേൽ വൈദുഷ്യമുള്ളതായിരുന്നു എന്നും സാക്സിനെ മുൻനിർത്തിയിട്ട് നാം വായിക്കുമ്പോൾ ശ്രീനാരായണനിലേക്ക് കൂടിയുള്ളൊരു പാത നമുക്ക് തുറന്നു കിട്ടും. കുരങ്ങനിൽ നിന്ന് മനുഷ്യരുണ്ടായി എന്ന് പറയുന്ന സായിപ്പ് എന്ന് ഗുരു നർമ്മത്തിൽ ചാലിച്ചു പറയുമ്പോഴും അബോധമായി ചെടികൾക്കിടയിലൂടെ അതിൻ്റെ ഔഷധ വിദ്യകളെ അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ സസ്യശാസ്ത്രബോധവും ഡാർവിൻ്റെ സാമൂഹിക ബോധവും ശാസ്ത്രബോധവും തമ്മിൽ സംയോജിക്കുന്ന ഒരു ഘട്ടം നമുക്കിവിടെ കാണാൻ പറ്റും. എൻ്റെ മുന്നിൽ ഷിനിലാൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗരിസപ്പ അരുവി ഉദ്ഘാടനം ചെയ്യുന്നത് കുമാരനാശാൻ്റെ അമ്മമ്പാറയുടെ മുകളിൽ വെച്ചാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ പ്രകാശനം ചെയ്യുന്നു ആ പുസ്തകം. കുമാരനാശാൻ വാങ്ങിയിട്ട അമ്മമ്പാറയിൽ വെച്ച് ഗരിസപ്പ അരുവി പ്രകാശനം ചെയ്യുമ്പോൾ സത്യത്തിൽ ആ വർത്തമാനത്തിനിടയിൽ എൻ്റെ മുന്നിൽ വന്നത് ഷൺമുഖ സ്തോത്രത്തിലെ വരിയാണ്. അർക്കബിംബം ഒരാറുദിച്ചുയരുന്ന പോലെ വിളങ്ങിടും തൃക്കിരീട ജടക്കിടക്കരവങ്ങളമ്പിള്ളി തുമ്പയും. ഗുരു നടന്നു പോകുന്നു. ഒരു ഇമാജിനറി ജോഗ്രഫിയിലൂടെ നടക്കുകയല്ല, ഗുരു സ്പഷ്ടമായി നടന്നു പോകുന്നു. ഇത് അരുവിപ്പുറം, ഇത് തൃച്ചംബരം, ഇത് സിംഹളം, ഇത് അദ്വൈതാശ്രമം, ഇത് ആലുവ, ഇത് മുക്കുന്നിമല, ഇത് കൊടിതൂക്കിമല എന്ന് ഗുരുവിനെ സ്പഷ്ടമായിട്ട് അറിയാം. സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാനായി ഗുരു കോവളത്തിനരികിലെ കുന്നുംപാറ ക്ഷേത്രത്തിലേക്ക് കയറി നിൽക്കുന്നു. അപ്പം അവിടെ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചതിന് ശേഷം അദ്ദേഹം കടലിനെ കാണുന്നു. ദിസ് ഈസ് നോട്ട് ആൻ ഇമാജിനറി ജോഗ്രഫി. ഈ മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് നേരത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ചരിത്രവൽക്കരിക്കാൻ കഴിയാത്ത ഒന്നല്ല. നിങ്ങൾക്ക് ഞാനിതാ അരുവിപ്പുറം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതൊരു ക്ഷേത്ര സങ്കേതമല്ല, കേവലമായ പീഠഭൂമിക്ക് മുകളിൽ ഞാനൊരു ശിലയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അക്കൂട്ടത്തിൽ ഇതൊരു പ്രതിഷ്ഠയാണെന്നറിഞ്ഞപ്പോൾ ശിവരാത്രിയിൽ വെളുപ്പിന് 3 മണിക്ക് ക്ഷേത്രപ്രതിഷ്ഠകളെക്കുറിച്ച് അറിയാവുന്ന സന്യാസി ശിഷ്യന്മാർ ഗുരുവിനോട് ചോദിച്ചു, ഗുരു ഇതൊക്കെ മതിയോ? നമുക്ക് ചുറ്റമ്പലം വേണ്ടേ? വലിയ ആർഭാടങ്ങൾ വേണ്ടേ? പുരോഹിതന്മാർ വേണ്ടേ? ഗുരു ഇതിനെല്ലാം പറഞ്ഞ മറുപടി, ഇത് നമ്മുടെ ശിവനാകുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഈഴവരുടെ ശിവനാണെന്നല്ല അർത്ഥം, ഇത് ഹിന്ദുക്കളുടെ ശിവനാണെന്നല്ല അർത്ഥം. ഗുരു പറയാൻ ശ്രമിച്ചത് ഒരു ദൈവവും ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെയോ അല്ല എന്നാണ് അർത്ഥം. ഒരുപക്ഷെ ഗരിസപ്പ അരുവിയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഗുരുദേവ് എക്സ്പ്രസ്സുമായി ബന്ധപ്പെട്ട് സച്ചിദാനന്ദ സ്വാമിയെ കാണാൻ ചെല്ലുമ്പോൾ, ശിവഗിരിയിൽ കാണാൻ ചെല്ലുമ്പോൾ ഞാൻ പഠിച്ച ആദ്യത്തെ പാഠം ശിവഗിരിയായിരിക്കണം ഒരു പക്ഷേ ലോകത്തിലെ ഒരേ ഒരു തീർത്ഥാടന സ്ഥലം, ഒരാളും ഒരാളെയും തടയാത്ത തീർത്ഥാടന സ്ഥലം. അവിടെ ആണിനും പെണ്ണിനും കുഞ്ഞിനും ഏത് മതസ്ഥനും പ്രവേശിക്കാം. ആരുടെയും ജാതി അവിടെ ചോദിക്കുന്നില്ല, ആരുടെയും ലിംഗം അവിടെ ചോദിക്കുന്നില്ല, ആരുടെയും വർണ്ണം അവിടെ ചോദ്യം ചെയ്യുന്നില്ല, ആരുടെയും സാമ്പത്തിക സ്ഥിതി അവിടെ ചോദ്യം ചെയ്യുന്നില്ല. വർത്തമാനം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ എനിക്ക് നിസ്കരിക്കണം. ഇന്നത്തേതുപോലെ ഒരു വെള്ളിയാഴ്ച ദിവസം നിസ്കരിക്കാൻ വേണ്ടി സച്ചിദാനന്ദ സ്വാമിയോട് അല്പസമയം ചോദിക്കുന്നു. അച്യുതാനന്ദ സ്വാമി എന്നോട് പറഞ്ഞത് അതിനെന്താ, ഇവിടെ നിസ്കരിക്കാമല്ലോ എന്നാണ്. പർണശാലയിൽ നിസ്കരിക്കാമല്ലോ. പർണശാലയ്ക്ക് മുന്നിൽ പാപരിക്കുമ്പോൾ ആൽസാമേട്ടൻ കൂടെയുണ്ട്. സ്വാമി പാപരിക്കുന്നു. ഞാൻ സ്വാമിയോട് ഒന്ന് വിലക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്വാമി ഇത് വേണോ? ഞാൻ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ പോരെ? അത് പോരാ, ഇവിടെ തന്നെ നിസ്കരിക്കണം. ഈ ഇവിടെ തന്നെ നിസ്കരിക്കണമെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവനാണെന്ന് ഞാൻ ബോധ്യപ്പെടുന്നു. ഒരുപക്ഷെ എന്നെ അതിനുശേഷം വളഞ്ഞിട്ടക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ ധൈര്യത്തോടു കൂടി നിന്ന അശോകൻ ചെരുവിലിനെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ ആധുനികവൽക്കരണത്തിൻ്റെ ചരിത്രത്തെ മുന്നോട്ട് വെച്ചു. ആരുടേതാണ് ഗണപതി?
ആരുടേതാണ് ശിവൻ ചോദിക്കുക, ആരുടേതാണ് മഹാദേവൻ, ആരുടേതാണ് പടച്ചവൻ, ആരുടേതാണ് യേശു? ആ ചോദ്യത്തിന് നാം ജീവിക്കുന്ന കാലത്ത് മറുപടിയുണ്ട്. എന്താണ് മറുപടി? അത് കാനനങ്ങളിൽ ഹരൻ കളറുമായി കാർന്നെടും കണ്ണും വിളയാടി നടൻ്റെ നാനനം വടിവുറ്റാനവടിവായി അവതരിത്താതിയെ വിനായകൻ എന്നൊരമലനെ. ആര്? ഗണപതി. ആരാ ഗണപതി? ശിവനും പാർവതിയും. നമ്മൾ പഠിച്ചിട്ടില്ലേ? രാമചരിതം പഠിച്ചിട്ടില്ലേ? മതാടിസ്ഥാനത്തിലല്ലല്ലോ പഠിച്ചിട്ടുള്ളത് രാമചരിതം. കാനനങ്ങളിൽ ശിവൻ ആനവേഷത്തിൽ പാർവതിയുമായി രമിക്കുമ്പോഴുണ്ടായ സന്താനം ഗണപതി. ഇത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ബോധ്യത്തിൽ എവിടെയോ ഒരു തടസ്സം വരുന്നത് കൊണ്ട് നിത്യചൈതന്യതി പറയും, ഈ ആനയുടെ ഘ്രാണശക്തി ഉണ്ടല്ലോ, നാസിക, ഇതിൻ്റെ കൊമ്പ്, ഈ നീണ്ടിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതെന്താണെന്നറിയുമോ? അത് ഭക്തിയുടെ ഏറ്റവും വലിയ സവിശേഷതയായ ഘ്രാണശക്തിയുടെ സിമ്പലാണ് ഈ തുമ്പിക്കൈ. ഈ മുറിഞ്ഞുപോയ കൊമ്പ് അത് ഭക്തിയുടെ ഒരു പ്രതീകമാണ്. ഗണപതിയുടെ കുംഭ ഉണ്ട് നിറഞ്ഞതിൻ്റെ സവിശേഷമായ ഒരു മെറ്റഫറാണ്. പക്ഷേ ഇത് ബോധ്യമാകാത്ത ഒരാളുണ്ട് നമ്മുടെ ഇടയിൽ. അദ്ദേഹം പറയുന്നത് ഗണപതി പ്ലാസ്റ്റിക് സർജറിയുടെ സന്താനമാണെന്ന്. ഒരു വലിയ ആനത്തല ഒരു കൊച്ചു മനുഷ്യ ശരീരത്തിലേക്ക് കുത്തിക്കെട്ടിയാൽ ഗണപതി ഉണ്ടാകുമെന്നാണ് ഭക്തിയുടെ കാവൽക്കാരനായ അദ്ദേഹം പറയുന്നത്. നമ്മൾ ഭക്തിയുടെ കാവൽക്കാരനൊന്നുമല്ല, പക്ഷെ ഉള്ളിൽ ഭക്തി ഉണ്ട്. നമ്മൾ പറയുന്നു അങ്ങനെ പ്ലാസ്റ്റിക് സർജറിയിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല ഗണപതി. ഇത് പറയുമ്പോൾ ചിലർക്ക് നോവുന്നില്ലേ? അവർ ഗണപതിയുടെ കാവൽക്കാരായി ചാടിയിറങ്ങുന്നു. അപ്പം നമ്മൾ ചോദിക്കുന്നു, ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് നൊന്തില്ലേ? ഗണപതിയെ പ്ലാസ്റ്റിക് സർജറിയാണെന്ന് പറഞ്ഞിട്ട് നൊന്തില്ലേ? അല്ല, ഗണപതി ചില പ്രത്യേക സെക്റ്റിൻ്റെതാണ്, ശിവൻ ചില പ്രത്യേക സെക്റ്റിൻ്റെതാണ്. നാം അത് തിരുത്തുന്നു. അല്ല, ഒരു ദൈവവും ഏതെങ്കിലും ഒരു പ്രത്യേക സെക്റ്റിൻ്റെതല്ല. അള്ളാഹു മുസ്ലിമീങ്ങളുടേതല്ല. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖനാസ്. അത് ഖുർആനിൻ്റെ പ്രമേയമാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ വിശേഷണം എന്താ? ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനതയുടെ തമ്പുരാനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഖുർആൻ എഴുതി വെച്ചേനെ ഖുൽ അഊദു ബിറബ്ബിൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളുടെ തമ്പുരാനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനല്ല, ജനതയുടെ തമ്പുരാനായ അള്ളാഹു, ജനതയുടെ തമ്പുരാനായ കർത്താവ്. ഇതെനിക്ക് ബോധ്യപ്പെട്ടത് ഒരു പക്ഷേ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പാ ദശകത്തിൻ്റെ സ്പാർക്ക് ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കണം. 2022 ഉർബിയ തുർബിയുടെ സന്ദർഭത്തിൽ സാക്ഷാൽ ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അക്കാലം നമുക്കറിയാം, ഓക്സിജൻ കിട്ടാതെ മനുഷ്യർ പിടഞ്ഞു വീഴുന്ന ദിനരാത്രങ്ങൾ, മനുഷ്യർ മരണത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ വത്തിക്കാനിൽ ഉർബിയ തുർബിക്ക് വേണ്ടി 10 ലക്ഷങ്ങൾ ഒത്തുകൂടുന്ന ആ സെയിൻറ്റ് പീറ്റേഴ്സ് ചത്വരത്തിൻ്റെ മുന്നിൽ കർത്താവിൻ്റെ ക്രൂശിത രൂപത്തിൽ പാപ്പ നിൽക്കുന്നു. സെയിൻറ്റ് മാർസല്ലസിലെ ആ ക്രൂശിത രൂപത്തിൻ്റെ മുന്നിൽ പാപ്പ നിൽക്കുന്നു. പാപ്പ പ്രാർത്ഥിച്ചത് നമുക്കറിയാം. അവിടെ രക്ഷാധികാരികളില്ല, കേവലം അംഗരക്ഷകർ മാത്രമുള്ള വിജനമായ ആ നടുത്തളത്തിൽ നിന്നിട്ട് ഫ്രാൻസിസ് പാപ്പ കർത്താവിനോട് പറഞ്ഞ കാര്യം, പാപ്പാ, കർത്താവേ, അപ്പാ, നീ കാണുന്നില്ലേ മനുഷ്യർ പിടഞ്ഞു വീഴുന്നത്? നീ കാണുന്നില്ലേ മരിച്ചു പോകുന്നത്? നീ കാണുന്നില്ലേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്ലേഗിനിടയിലൂടെ നിന്നെയും ചുമന്നുകൊണ്ട് നടന്ന പുരോഹിതന്മാർക്കും ജനങ്ങൾക്കും നീ അഭയം കൊടുത്തതുപോലെ അപ്പാ, നീ ഈ കുഞ്ഞുങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം സെയിൻറ്റ് പീറ്റേഴ്സ് ചത്വരത്തിൻ്റെ മുകളിൽ കയറി നിന്ന് പ്രഭാഷണം നടത്തുമ്പോൾ അത് കേൾക്കാൻ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ മനസ്സിലെ ശ്രീനാരായണ ഗുരുവിനെ കാട്ടിത്തരുന്നു. ഞാൻ ആ പ്രസംഗം കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത്, നാം ഒരുമിച്ച് ഈ ആപത്തിനെ തുഴഞ്ഞു മുന്നോട്ട് പോകും, നാം ഈ പ്രതിസന്ധിയെ അതിജീവിക്കും, നാം ഒരുമിച്ച് അതിജീവിക്കുമെന്ന് പറയുമ്പോൾ കർത്താവ് വേദസാക്ഷ്യമനുസരിച്ച് പൊതുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉരുവം കൊണ്ടവനാണ് എന്ന വേദപുസ്തക വാക്യത്തിൻ്റെ പ്രമാണമായി പാപ്പ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലേതടക്കം ചില പുരോഹിതന്മാർ പറഞ്ഞതല്ല, യേശു ക്രിസ്ത്യാനികളുടേതാണ്, ക്രിസ്ത്യാനികളുടെ കടയിൽ മാത്രമേ കയറാവൂ, ഹിന്ദുക്കളുടെ കടയിൽ മാത്രമേ കയറാവൂ, മുസ്ലിമിൻ്റെ വണ്ടി പിടിച്ചാൽ മതി, മുസ്ലിമിൻ്റെ മോളെ കെട്ടിയാൽ മതി, ക്രിസ്ത്യാനി ഹിന്ദുവിൻ്റെ മോളെ കെട്ടണ്ട, മുസ്ലിമിനെ കെട്ടണ്ട. ഗുരു പക്ഷേ പറഞ്ഞ കാര്യം, ഒരുമിച്ച് ഒന്നു ചേർന്നാൽ മനുഷ്യന് മനുഷ്യക്കുട്ടി ഉണ്ടാകുമെങ്കിൽ
നമ്മുടെ ദേശവും വേഷവും ഭാഷയും എന്തു തന്നെയായാലും പരസ്പരം കല്യാണം കഴിക്കുന്നതിലോ ഒത്തിരിക്കുന്നതിലോ ഭേദമില്ല എന്ന് പറഞ്ഞ ശ്രീനാരായണൻ ഒരു പക്ഷേ ആധുനികതയ്ക്കുമപ്പുറം പോകുന്ന അപാരമായ സ്പാർക്കിൻ്റെ ഒരു ജ്വാലയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന മറ്റൊരു ഭാഗം കൂടിയുണ്ട്. ഞാൻ എൻ്റെ വർത്തമാനത്തെ ചുരുക്കാം. അത് 1921 21 ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ മുറ്റത്ത് വലിയൊരു പന്തലിട്ടിട്ട് സഹോദര സംഘം അതിൻ്റെ വാർഷിക മീറ്റിംഗ് നടത്തുന്നു. ആ വാർഷിക മീറ്റിങ്ങിൽ സംസാരിക്കാൻ അനേകം പ്രഭാഷകർ എത്തും എന്ന് സഹോദരൻ ഗുരുവിനോട് പറഞ്ഞു. ഞങ്ങളുടെ അനുയായികൾ ഇവിടെ എത്തിച്ചേരും എന്ന് ഗുരുവിനോട് പറഞ്ഞു. ഗുരു ഒരു രക്ഷാധികാരിയെപ്പോലെ ആ മീറ്റിങ്ങിൻ്റെ വിജയത്തിൻ്റെ കാവൽക്കാരനായി അവിടെ നിൽക്കുന്നു. പന്തൽ ഉറച്ചോ? പന്തൽ കെട്ടിയോ? എല്ലാവർക്കും ഭക്ഷണമൊത്തോ? എല്ലാവരും എത്തുമ്പോൾ അവർക്ക് സൗകര്യമുണ്ടാകുമോ? എന്താണ് സഹോദര സംഘം സംസാരിക്കുന്നത്? അവർ ദൈവമില്ല എന്ന പ്രമേയം പാസാക്കും. അവർ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന മുദ്രാവാക്യം പറഞ്ഞുകൊണ്ടുവരും. ദൈവദശകം ചൊല്ലിയല്ല ആ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യപ്പെടുക എന്നുള്ളത് സുവ്യക്തമാണ്. നാസ്തികതയെ അവിടെ പ്രമാണമായി അംഗീകരിക്കും. മീറ്റിംഗ് നടക്കുന്നത് എവിടെ? അദ്വൈതാശ്രമത്തിൻ്റെ മുറ്റത്ത്. രക്ഷാധികാരി ആരാ? ശ്രീനാരായണ ഗുരുദേവൻ. ഗുരു കേവല സന്യാസിയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. നിങ്ങൾക്ക് വാദിക്കാനും തർക്കിക്കാനുമല്ല. 1924 പറഞ്ഞു, പക്വമായ ആത്മീയതയുടെ ലക്ഷണം ഇതാണ്. തൻ്റെ മുന്നിൽ തർക്കിക്കുന്നവർക്ക് മുന്നിൽ പോലും പുഞ്ചിരിയോടുകൂടിയിരിക്കുക. ദ പ്രോഫിറ്റ് ഓഫ് പീസ്. നിങ്ങൾ സംസാരിക്കുക. 21 അയ്യപ്പനെ വിളിച്ചിട്ട് സ്വാമി ചോദിച്ചു, ഈ വരുന്നവർ എന്തു പ്രഭാഷണം ചെയ്താലും കൊള്ളാം, നീ അവരോടൊരു കാര്യം ഉറപ്പിക്കണം. മനുഷ്യർ ഈ ഭൂമിക്ക് വരുത്തി കൂട്ടുന്ന ദുരന്തങ്ങളെപ്പറ്റി സംസാരിക്കാൻ പ്രത്യേക ശ്രദ്ധ വെച്ച് പുലർത്തണം. ഗുരു പറഞ്ഞ നിശ്വാസം ഇങ്ങനെയാണ്: ഹോ മനുഷ്യർ, അവർ എന്തുമാത്രം കെട്ടിടങ്ങളാണ് ഭൂമിക്ക് മുകളിൽ കെട്ടിപ്പൊക്കുന്നത്. അവർ അന്തരീക്ഷത്തെ എങ്ങനെയെല്ലാം മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു. അവർ സ്വയം വംശനാശത്തിൻ്റെ പടുകുഴിയിൽ ചെന്ന് വീഴുന്നു. കുറുക്കൻ്റെയും ആനയുടെയും ഉദാഹരണം ഗുരു പറഞ്ഞു. 1921 പറഞ്ഞു. 1916 നാം വായിക്കുന്നു, ഓൾ എനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ പാർട്ട് ഓഫ് എ ഡെലിക്കേറ്റ് ഇക്വിലിബ്രിയം ആൻഡ് എവറി എൻറ്റിറ്റി ഹാസ് ഇറ്റ്സ് പർപ്പസ് ആൻഡ് റോൾ ഇൻ ഇറ്റ്സ് ഇക്കോസിസ്റ്റം എന്ന് പീറ്റർ വൊഹ്ലെബൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. 2016 ദ 6th മാസ് എക്സ്റ്റിങ്ഷൻ എന്ന പുസ്തകത്തിൽ എലിസബത്ത് കോൾബർട്ട് വരാനിരിക്കുന്ന 6ാമത്തെ കൂട്ടവിനാശത്തെക്കുറിച്ച് പറയുന്നു, എക്സ്റ്റിങ്ഷനെ കുറിച്ച് പറയുന്നു. ഗുരു വംശനാശം എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് തന്നെ 1921 സഹോദരൻ അയ്യപ്പനോട് നിങ്ങളുടെ മീറ്റിങ്ങിൽ നിങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കണമെന്ന് പറയുന്നു. ശാസ്ത്രബോധവും യുക്തിബോധവും തിരിച്ചറിവും പക്വതയും പക്വമായ മതമനോഭാവവും കൊണ്ട് സന്തോഷവും സ്വാതന്ത്ര്യവും ശുഭാപ്തി വിശ്വാസവും ഉദാരമായ ദൈവശാസ്ത്രവും അനേകത്വ വീക്ഷണവും പാപവുമായുള്ള മുൻകൂർ വ്യാപാരത്തിൻ്റെ അഭാവവും ആണ് നമ്മുടെ ആത്മീയത എന്ന് പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ടാണ് ആ ഗുരുവിനെ കാണാൻ വരുമ്പോൾ ശതാലിയും ചിരകുമാര സഭയുമൊക്കെ എഴുതിയിട്ടുള്ള ടാഗോർ എത്തിച്ചേരുന്നതിന് കുറച്ചു മുമ്പ് വരെ ഗുരു വാതിലടച്ച് തൻ്റെ പർണാശ്രമത്തിനുള്ളിലിരുന്നത് കഥയിൽ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം. ഗുരുദേവ് എക്സ്പ്രസ്സിൽ 2 കാലങ്ങളിൽ നിന്ന് 2 മഹത്തുക്കൾ കയറുന്നു. ഒരിടത്ത് രവീന്ദ്രൻ കയറുന്നു, മറ്റൊരിടത്ത് ശ്രീനാരായണ ഗുരുദേവൻ കയറുന്നു. കുമാരനാശാൻ അടക്കമുള്ളവർ ആ മീറ്റിങ്ങിൻ്റെ സാക്ഷിപ്രമേയങ്ങളായി അവിടെ നിൽപ്പുണ്ട്. ഗുരു വളരെ പെട്ടെന്ന് തൻ്റെ പർണാശ്രമത്തിലേക്ക് കയറി വാതിലടയ്ക്കുന്നു. ഈ ബന്ധനം തുറക്കുന്നില്ല. ടാഗോർ താഴെ കാറിലെത്തുമ്പോഴും സ്വാമി പുറത്തിറങ്ങിയിട്ടില്ല. ടാഗോർ കയറി വരുമ്പോൾ സ്വാമി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നു. അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സംസാരിക്കുന്നു, കർമ്മശാസ്ത്രത്തെപ്പറ്റി സംസാരിക്കുന്നു. മനമലർ കൊയ്ത് മഹേഷ പൂജ ചെയ്യുന്ന പ്രക്രിയയെക്കുറിച്ചല്ല അവർ സംസാരിക്കുന്നത്. അവർ സ്വാതന്ത്ര്യത്തെപ്പറ്റി സംസാരിക്കുന്നു. അവർ ശുഭാപ്തി വിശ്വാസത്തെപ്പറ്റി സംസാരിക്കുന്നു. അവർ ദേശത്തെപ്പറ്റി, സാർവദേശീയതയെപ്പറ്റി സംസാരിക്കുന്നു. 1953 മെയിനിലെ വലിയ പൗരപ്രമുഖരുടെ സഭയിൽ സംസാരിക്കുമ്പോൾ ഗാരി ഡേവിസ് മഹാനായ ശ്രീനാരായണ ഗുരുവിനെ ഓർത്തുകൊണ്ട് ലോകം, ഒറ്റ ലോകം, ഒരു ഗവൺമെൻറ്, ലോക പാസ്പോർട്ട് എന്ന് സംസാരിക്കുന്ന ശ്രീനാരായണൻ്റെ ദർശനത്തെ വിഭാവന ചെയ്യുന്നത് പോലെ അവർ ലോക സർക്കാരിനെ കുറിച്ച് സംസാരിക്കുന്നു.
യുദ്ധമില്ലാത്ത കാലങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. അവർ കവിതയെപ്പറ്റി സംസാരിക്കുന്നു. തിരിച്ചു പോകുമ്പോൾ ഗുരുവിൻ്റെ നോട്ട് പുസ്തകത്തിൽ ഞാൻ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പര്യടനം നടത്തി വരികയാണ്. ഇതിനിടയിൽ നിരവധി സന്യാസിമാരുമായും മഹർഷിമാരുമായും ഇടപഴകാനുള്ള അപൂർവമായ ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, മലയാളത്തിലെ സ്വാമിനാരായണ ഗുരുവിനേക്കാൾ ആത്മീയതയിൽ മഹത്തായ ഒരാളെ, അതല്ലെങ്കിൽ അദ്ദേഹത്തോട് തുല്യനായ ഒരാളെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല എന്ന് ടാഗോർ എഴുതി വയ്ക്കുന്നു. ന്യായമായും സംശയമുണ്ടാകാം, ടാഗോർ ഈ എഴുതിയ വാക്യത്തിൽ ആത്മാർത്ഥതയുണ്ടോ? അദ്ദേഹം പോകുന്ന ആശ്രമങ്ങളിലൊക്കെയും ഇങ്ങനെ തന്നെ എഴുതി കൊടുക്കുക എന്നാണെങ്കിൽ 2013 ജനുവരി 5 ശനിയാഴ്ച ആനന്ദ ബസാർ പത്രികയിൽ ബിപ്ലവ് കുമാർ ഘോഷ് എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പിലെ കഷണം കൂടി ഞാനിവിടെ ഉദ്ധരിക്കാം. ഈ ആർട്ടിക്കിളിൽ എഴുതുന്ന സന്ദർഭം ഒരു ചായ സൽക്കാര വേദിയാണ്. വിവേകാനന്ദനോടുള്ള ആദരസൂചകമായി സിസ്റ്റർ നിവേദിത സംഘടിപ്പിച്ച ചായ സൽക്കാര വേദിയാണെന്ന്. രവീന്ദ്രനാഥ്, ജഗദീഷ് ചന്ദ്രബോസ്, വിവേകാനന്ദൻ എന്നിവരെ ബാഗ് ബസാറിലെ തൻ്റെ വീട്ടിലേക്ക് നിവേദിത ചായ സൽക്കാരത്തിന് വിളിക്കുന്നു. ടാഗോർ മുമ്പ് പലതവണ നരേന്ദ്രനാഥിനെ കണ്ടിട്ടുണ്ട്, വിവേകാനന്ദനെ കണ്ടിട്ടുണ്ട്. അവർ അടുത്ത സുഹൃത്തുക്കളാണ്. രവീന്ദ്രനാഥിൽ നിന്ന് സംഗീതവും അഭ്യസിച്ചിട്ടുണ്ട് വിവേകാനന്ദൻ. ബ്രഹ്മസമാജത്തിലെ ഏറ്റവും ആകർഷകമായ ചെറുപ്പക്കാരിൽ ഒരാളായ കൃഷ്ണകുമാർ മിത്രയുമായി രാജ്നാരായണൻ ബോസിൻ്റെ മകൾ ശ്രീമതി ലീലയുടെ വിവാഹത്തോടനുബന്ധിച്ച് നരേന്ദ്രനും രവീന്ദ്രനാഥ ടാഗോറും വിവേകാനന്ദനും ഒരുമിച്ചിരുന്ന അമൃത് സദനിലേക്ക് പോയ സ്നേഹത്തിൻ്റെ പാത, ആ സ്നേഹം അമൃത് സദനിലേക്ക് പോയി എന്ന ഗാനം അതിമനോഹരമായി ആലപിച്ചിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായി അവർ സുഹൃത്തുക്കളാണ്. പക്ഷേ നിവേദിത ശ്രദ്ധിച്ചൊരു കാര്യം, ആ ചായ സെഷനിൽ അവർ തമ്മിൽ ഒരു വർത്തമാനവും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അവർ തമ്മിൽ ഒരു വർത്തമാനവും നടന്നില്ല എന്നുള്ളത് ടാഗോർ ശ്രീനാരായണനെക്കുറിച്ച് എഴുതിയ ഈ വരികളെ ചരിത്രവൽക്കരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. ഞാൻ ഗുരുവിന് തുല്യനായ ഒരു സന്യാസിയെയും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഗുരുവിനോട് ഉയർന്ന ഒരു സന്യാസിയെയും ഞാൻ കണ്ടിട്ടില്ല എന്ന ടാഗോർ എഴുതുന്ന ആ വരികളെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കും. ചിത്രശലഭങ്ങൾ അടുത്തു വന്നിരിക്കുന്നു, പാമ്പുകൾ ഇടയുന്നത് പുല്ലുകളിൽ എഴുതി വയ്ക്കും. ഗുരുവിനെ അവർ കാണുന്നു, അവരെല്ലാം ഗുരുവിനോട് സംസാരിക്കും. ഗുരു പുലിയുടെ കണ്ണിൽ തന്നെയുണ്ട്, എന്നാലോ അതിൻ്റെ നഖം ശിശുക്കളുടേതുപോലെയാണ്. ഗുരു ഇത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഹിംസാ തത്വത്തിൽ ഒരു പുലിയും പാമ്പും മരുത്വാമലയിൽ ഉണ്ടായിരുന്നതിനെ ഗുരു കാവ്യവൽക്കരിച്ചിട്ടുണ്ട്. എൻ്റെ ഗുരു ഇവിടെ തന്നെയുണ്ട്, ഈ ഓക്സിജനിലുണ്ട്, ഈ ഇലകളിലുണ്ട്. ഒരു പിടി വറ്റിലും നമുക്കിടയിലെ സ്നേഹത്തിൻ്റെ ഒരു തുടം വെള്ളത്തിലുമുണ്ട് എൻ്റെ ഗുരു. ഗുരു അതെടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നു. എൻ്റെ ഗുരു ഇവിടെ തന്നെയുണ്ട്, ഇരിക്കുന്നു, നടക്കുന്നു, ഒടുക്കിൽ നിന്നൊരു വെള്ളം കുമ്പിളിലെടുത്തിട്ട് ശിലയാക്കി നിവർത്തുന്നു. ഒരു തുള്ളി വെള്ളം കുമ്പിളിലെടുത്തിട്ട് ഗുരു ശിലയാക്കി നിവർത്തുന്നു. അടുത്തുള്ളോർ മണക്കുന്നു, മണത്തിൻ വേർ അരുൾ അൻപ് അനുകമ്പ. ഗുരുവിൻ്റെ കവിത അനുസരിച്ചിട്ടാണെങ്കിൽ അരുൾ അൻപ് അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം. അരുള്, അൻപ്, അനുകമ്പ മൂന്നിൻ്റെയും അർത്ഥം ഒന്ന്. ഡിക്ഷണറി മീനിങ് അനുസരിച്ച് അരുള് വേറെ, അൻപ് വേറെ, അനുകമ്പ വേറെ. ഗുരു പറയുമല്ല, അരുളൻപനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം. തീരുന്നില്ല. അരുളുള്ളവനാണ് ജീവി എന്നൊരു വിട്ടിയിടുക ഈ നവാക്ഷരി എന്ന് പറഞ്ഞാൽ ഗുരു ഈ ഒരൊറ്റ മന്ത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. ഹോമമന്ത്രം പോലും അടിസ്ഥാനപരമായി നമുക്ക് വേറൊന്നിൽ നിന്നുള്ള സ്പാർക്കതിൽ കാണാം. ഗുരു ഒരൊറ്റ മന്ത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷരി, ഉരുവിട്ടിയിടുക ഈ നവാക്ഷരി. നിർത്താതെ പറയുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ. അസംബന്ധങ്ങൾ പുലമ്പുന്നതിലും നല്ലത് അരുളുള്ളവനാണ് ജീവി എന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നാൽ ഒരു വലിയ നേട്ടമുണ്ട്. നമ്മളിൽ അരുളുള്ള ആയി മാറും, നമ്മൾ ജീവിയായി തീരുമെന്നാണ് അർത്ഥം. നീയൊക്കെ ഇനി എന്നാണ് ജീവിയായി തീരുക എന്നാണ് ഗുരു അന്ന് ചോദിക്കാൻ ശ്രമിച്ച കാര്യം. പരസ്പരം മിണ്ടാത്ത, പരസ്പരം കഴിക്കാത്ത,
പരസ്പരം കല്യാണം കഴിക്കാത്ത, പരസ്പരം സ്നേഹിക്കാത്ത, പരസ്പരം നല്ല വാക്കോതാത്ത, പരസ്പരം വായിക്കാത്ത നിങ്ങളൊക്കെ ഇനി എന്നാണ് അരുളുള്ളവരായി തീരുക എന്ന ചോദ്യം ഒരു പക്ഷേ ഭരണഘടനയിൽ മുഴങ്ങുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അത് സോവേണിറ്റി എന്ന വാക്കാണ്. പരമാധികാര രാഷ്ട്രത്തെ നിർമ്മിക്കുകയാണ് എൻ്റെ ഉത്തരവാദിത്വം. അതാണ് പ്രിയാമ്പിൾ. എൻ്റെ രാഷ്ട്രത്തെ ഞാൻ പരമാധികാരമുള്ളതാക്കി തീർക്കും. എൻ്റെ രാഷ്ട്രത്തെ ഞാൻ സോവറിനാക്കി മാറ്റും, സോഷ്യലിസ്റ്റാക്കി മാറ്റും, ഡെമോക്രാറ്റിക്കാക്കി മാറ്റും. അതാരാക്കി മാറ്റുമെന്നാണ് ചോദ്യം. നാം, പരമാധികാര ജനതയായ നാം എൻ്റെ രാഷ്ട്രത്തെ പരമാധികാരപൂർണ്ണമാക്കി മാറ്റും. പക്ഷേ എൻ്റെ രാഷ്ട്രത്തെ പരമാധികാരപൂർണ്ണമാക്കി മാറ്റണമെങ്കിൽ നമ്മൾ പരമാധികാരിയാണോ എന്നുള്ളതാണ് ചോദ്യം. ആർക്കെങ്കിലും അടിമയായ നാം എങ്ങനെ രാഷ്ട്രത്തെ പരമാധികാരിയാക്കി മാറ്റും? ജാതിക്കടിമയായ, മതത്തിനടിമയായ, പൗരോഹിത്യത്തിനടിമയായ നാം എങ്ങനെ നമ്മുടെ രാഷ്ട്രത്തെ സോവറീനാക്കി മാറ്റും? ഗുരു ഇതിനൊരു മറുപടി പറഞ്ഞു. ആത്മോപദേശ ശതകം എന്ന് പറഞ്ഞാൽ നിന്നെ നീ ഉപദേശിക്കുക എന്നാണ് അർത്ഥം. നിന്നെ പുറത്തുനിന്ന് ആരും വന്ന് ഉപദേശിക്കേണ്ട. ആത്മത്തെ ആത്മം തന്നെ ഉപദേശിക്കുന്ന 100 ശ്ലോകം ഗുരു കവിതയിൽ എഴുതി വെച്ചു. ഈ കാവ്യാങ്കുലിയെ, ഈ കാവ്യപ്രതിഭയെ സത്യത്തിൽ മുലൂർ വാൽമീകി എന്ന് വിളിച്ചതിൽ ചരിത്രത്തിൻ്റെ ഒരു നീതി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വർത്തമാനത്തിൻ്റെ ഉപസംഹാരം. ഞാൻ നിർത്തുന്നു. നമസ്കാരം. സിദ്ദിഖ് മാഷിൻ്റെ പ്രഭാഷണത്തിൽ ഒരു സ്ഥലത്ത് ഓരവൽക്കരിക്കപ്പെട്ടവരുടെ സഞ്ചിത പാരമ്പര്യത്തെ പറ്റി പറഞ്ഞു, ക്യുമുലേറ്റീവ് ഹെറിറ്റേജ്. പക്ഷേ ഇന്ന് ശബ്ദം കൂട്ടിക്കൊടുക്കും. ഇന്ന് 1888 അരിയപ്പുറത്ത് ഗുരു സ്ഥാപിച്ച ശിവപ്രതിഷ്ഠ അല്ലെ ശിവൻ OBC ശിവനായിട്ട് ചുരുക്കിക്കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. ആ ശിവൻ OBC ശിവനാണ്. ആ തരത്തിലാണ് ഇത് പോകുന്നത്. പിന്നെ വേറെ എനിക്ക് രണ്ടാമത് ചോദിക്കാനുള്ളത്, ഗുരു ഒരു കണ്ണാടി പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട് കളവങ്കോടത്ത്. പക്ഷേ ഇന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന കണ്ണാടി എന്ന് പറയുന്നത് ഗൂഗിൾ ദൈവത്തെ പ്രതിഷ്ഠിക്കുന്ന ഒരു ഗൂഗിൾ കണ്ണാടിയെ നമ്മൾ നോക്കിയിരിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഈ വൈപരീത്യത്തെ താങ്കൾ ക്യുമുലേറ്റീവ് ഹെറിറ്റേജുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞാൽ കൊള്ളാം. OBC ശിവനായിട്ട് ചുരുക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ കണ്ണാടിയിൽ നമ്മൾ കാണുന്ന OBC ശിവനാണ്. ഈ OBC ശിവൻ എന്നൊരു വൈരുദ്ധ്യമുണ്ടെങ്കിൽ OBC അല്ലാത്തൊരു ശിവൻ ഉണ്ടെന്നാണല്ലോ അർത്ഥം. OBC അല്ലാത്ത ശിവൻ്റെ അടുത്തേക്ക് പോകാനാണ് നമ്മൾ സമരം ചെയ്തത്. അതോടുകൂടി ശിവൻ OBC ശിവനായി മാറി. ഗുരുവിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടലുണ്ടാക്കുന്നൊരു സംഭവം, അത് ഇതുമായിട്ട് ബന്ധമുണ്ട്. ചിലയിടത്തെങ്കിലും ഗുരു പ്രതിഷ്ഠിച്ചിടത്ത് പോലും, ചിലയിടത്തെങ്കിലും, വ്യക്തമായി എനിക്ക് പറയാൻ ഇപ്പോൾ കഴിയില്ല, ഗുരുവിനെ നമിച്ചിട്ട് നമ്മൾ അകത്തേക്ക് കയറിയാൽ ചില പുരോഹിതർ പറയണത് ദേഹശുദ്ധി ചെയ്യണമെന്നാണ്. ഗുരുവിനടുത്ത് വന്നിട്ട് തിരിച്ചു വരിക, കാലം മാറിയിരിക്കുന്നു എന്നർത്ഥം. ഗുരുവിനെ പിടിച്ചെടുക്കാനുള്ള അബോധവും ബോധപൂർവവുമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് സത്യത്തിൽ ഈ മുദ്രാവാക്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗുരു പ്രതിഷ്ഠിച്ചത് OBC ശിവനാണെങ്കിൽ വയ്ക്കുക, അത് നമ്മുടെ ശിവനാണെന്ന് പ്രഖ്യാപിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. അതാണ് ഗുരു പറഞ്ഞത്, സാലോക്യം കഴിഞ്ഞാൽ പിന്നെ സായുജ്യം. നമ്മുടെ സായുജ്യം അതാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഭക്തിയുടെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാവണം എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. സാർ രണ്ടാമത് ക്യുമുലേറ്റീവ് ഹെറിറ്റേജിനെ കുറിച്ചാണ് പറഞ്ഞത്. സത്യത്തിൽ ഈ ക്യുമുലേറ്റീവ് ഹെറിറ്റേജ് എന്ന് പറയുന്ന പ്രക്രിയ സോഷ്യൽ വാല്യൂസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനൊന്ന് ആലോചിക്കാൻ ശ്രമിച്ചത്. ഈ ഹെറിറ്റേജ് സമാഹരിക്കപ്പെടുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അത് ഒറ്റക്കൊറ്റയ്ക്ക് നിന്നാൽ ദുർബലവും ഒരുമിച്ച് വന്നാൽ സംഘടിതമായി തന്നെ അതിഭീകരവുമായ ഒരു കോട്ടയാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ആ കോട്ടയെ ഇടിച്ചിടാൻ അതിൻ്റെ പില്ലറുകളായ 3 സംഗതികളെ നമ്മൾ ഇടിച്ചിടണം. ഒന്ന്, അത് പുലർത്തുന്ന സോഷ്യൽ വാല്യൂസിനെ തകർക്കണം. രണ്ടാമത്തേത് അതിൻ്റെ സോഷ്യൽ പാറ്റേണിന് തകർക്കണം. മൂന്നാമത്തേത് അത് നമ്മളെ പഠിപ്പിക്കുന്ന ഇൻഡിവിജ്വാലിറ്റിയെ, പേഴ്സണാലിറ്റിയെ നമ്മൾ തകർക്കണം. എന്താണ് സോഷ്യൽ വാല്യൂസ്? ചിലർ മുകളിലാണ്, ചിലർ താഴെയാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വാല്യൂസ് ഉണ്ട്. ഈ സോഷ്യൽ വാല്യൂസിനെ ഗുരു തകർത്തു. ആരും ആർക്കും മുകളിലല്ല. നിർവേദമാപദ്യ സദ്വിദ്വാൻ അർത്ഥ
ക്ഷമാദിഷ്ട കലസിത എന്ന ഗുരുവിൻ്റെ ഒരു ശ്ലോകം ഓർമ്മയിൽ വരുന്നുണ്ട്. ആർക്കാണ് നിർവേദം സാധ്യമാകുന്നത്? ആരാണ് മോക്ഷത്തെ നേടിയെടുക്കുന്നത്? ഇന്ത്യൻ ഹൈറാർക്കി പറയണത് ചില പ്രത്യേക ജാതിയിൽ ജനിച്ച ജന്മം കൊണ്ട് സിദ്ധമാകുന്നതാണ് നിർവേദം. എല്ലാവർക്കും അത് കിട്ടില്ല. ആ നിർവേദം നിങ്ങൾ ചണ്ടാളരായതുകൊണ്ട് ലഭിക്കില്ല എന്ന് സ്പഷ്ടമായി വൈക്കം സത്യാഗ്രഹ സന്ദർഭത്തിൽ ഇണ്ടന്തുരുത്തി മനയിലെ അധികാരി പറഞ്ഞു. അധികാരിയും കൂടെ നിന്നവരും പറഞ്ഞു. ഗാന്ധി അത് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചല്ലോ. ഗുരു പറയുന്നത് നിർവേദം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനം ജന്മമല്ല എന്നാണ്, മറിച്ച് വിദ്യാഭ്യാസമാണ്, ബോധമാണ്. ഈ വിദ്യ ആർക്കും നേടാം. ഈ വിദ്യ ആരുടെയും കുത്തകയല്ല. എന്നിട്ട് ഗുരു ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ഇനി മുതൽ സംസ്കൃതം പഠിക്കുന്നതല്ല അഭികാമ്യം, ഇംഗ്ലീഷ് പഠിക്കുന്നതാണ് നല്ലത്. കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കണം. പുതിയ കാലത്തിൻ്റെ അറിവുകൾ കുട്ടികൾ സമാഹരിക്കണം. കുട്ടികൾ എഴുത്ത് പഠിക്കണം, സാഹിത്യം പഠിക്കണം, ലോകവിജ്ഞാനം പഠിക്കണം. രണ്ടാമത്തേത് സോഷ്യൽ പാറ്റേണിനെ തകർക്കുകയാണ്. ഈ പാറ്റേണിനെ തകർക്കാനാണ് ഗുരു സംഘടന എന്ന പ്രയോഗം നടത്തിയത്. അത് ഗുരു മാത്രമല്ല നടത്തിയതെന്ന് നമുക്കറിയാം. രണ്ടാമത്തെ SNDP വാർഷികം കൊല്ലത്ത് നടക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ പൽപ്പു, ഒന്നാം പൽപ്പു, വേറൊരു പൽപ്പുവുമുണ്ട്. ഈ ഡോക്ടർ പൽപ്പു അന്ന് അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു കൈത്തൊഴിൽ വലിയ പ്രദർശനം നടത്തുകയുണ്ടായി. കേരളത്തിലടക്കമുള്ള, തിരുവിതാംകൂറിലെ മാത്രമല്ല, കേരളത്തിലടക്കമുള്ള, ഐക്യ കേരളം വരുന്നതിന് മുൻപ് കേരളത്തിലെ കൈത്തൊഴിലുകളുടെ, പാരമ്പര്യ കൈത്തൊഴിലുകളുടെ വ്യവസായ പ്രദർശന മേള കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ആ മേളയുടെ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ പൽപ്പു ഈ കാര്യം സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. SNDPയുടെ 20 വർഷത്തെ, ഒരുപക്ഷെ കുമാരനാശാൻ പിരിഞ്ഞുപോയി തിരിച്ചു വരുന്നത് വരെയുള്ള ചരിത്രം വേണമെങ്കിൽ പരിശോധിച്ചു നോക്കൂ. ഈ ഓരോ അധ്യക്ഷ പ്രസംഗത്തിലും സോഷ്യൽ പാറ്റേണിനെ തകർക്കാൻ ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുള്ള ഉദ്ബോധനങ്ങളുടെ ക്രമമായിട്ടുള്ള പ്രക്രിയ നമുക്ക് കാണാൻ പറ്റും. കുളത്തൂരിൽ പുലയ സമാജത്തിൻ്റെ മീറ്റിംഗ് നടക്കുമ്പോൾ അതിനെ ആശംസിച്ചുകൊണ്ട് ഗുരു കൊടുത്തുവിട്ട മെസ്സേജ്, അവിടെ പോയി സംസാരിച്ച ഗുരു, കോലതീരേശ സ്തവം എഴുതിയ ഗുരു ശിവനെ പ്രതിഷ്ഠിച്ച, ഭദ്രകാളിയെ മാറ്റി ശിവനെ പ്രതിഷ്ഠിച്ച കോലത്തുകര ക്ഷേത്രത്തിൽ ഒരു വിഭാഗം ജനങ്ങൾ, പ്രമാണിമാർ ചിലരെ ഉള്ളിലേക്ക് കടത്തിവിടാതിരിക്കുമ്പോൾ അവിടെ നിന്ന് പിണങ്ങിത്തിരിഞ്ഞു വന്ന ഗുരു ഈ സോഷ്യൽ പാറ്റേണിനെ തകർക്കാൻ ശ്രമിച്ചയാളാണ്. നിങ്ങൾക്ക് മുകളിലുള്ളവരിൽ നിന്ന് നേരിടുന്ന ജാതി അസമത്വത്തെക്കുറിച്ച് മാത്രമല്ല, നിങ്ങൾക്ക് താഴെയുള്ളവരോട് ചെലുത്തുന്ന ജാതി അസമത്വത്തെക്കുറിച്ചും ബോധവാന്മാരായിരിക്കണം. അന്ന് ഒരു പക്ഷേ ഗുരു വിഭാവന ചെയ്ത മറ്റൊരു സോഷ്യൽ പാറ്റേൺ ഉണ്ട്. നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കാൻ ശ്രമിക്കുന്ന മതവിദ്വേഷം. ഇന്ന് സത്യത്തിൽ മതവിദ്വേഷം മാത്രമല്ല, മുതലാളിത്തം പല രൂപത്തിൽ ഇടപെട്ടിട്ട് മതങ്ങൾക്കിടയിൽ സ്പെഷ്യൽ ഡിനോമിനേഷൻസ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നതിനെ നമ്മൾ കാണണം. ഒരു മതം മാത്രമല്ല, മതത്തിനകത്ത് 100,000 സംഘടനകളെ നിർമ്മിച്ചുകൊണ്ട് മനുഷ്യരുടെ ഐക്യബോധത്തെ ഡീകോളനൈസ് ചെയ്യുന്ന, വീണ്ടും വേണമെങ്കിൽ റീകോളനൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടപ്പിലായിക്കൊണ്ടിരിക്കുമ്പോൾ ഗുരു പറഞ്ഞത് ജാതിഭേദമില്ലാതായി തീരണം, മതദ്വേഷമില്ലാതായി തീരണം. സോഷ്യൽ പാറ്റേൺ പൊളിച്ചു. മൂന്നാമത്തെ സംഗതി വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഈ പറയുന്ന പേഴ്സണാലിറ്റിയെ നിങ്ങൾ ഉത്തേജിപ്പിക്കുക. ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽ നിന്നൊരാൾ മുന്നോട്ട് വരണമെന്നല്ല. അതൊരു പക്ഷേ ആൽബർട്ട് മിമ്മി അദ്ദേഹം കൊളനൈസേഷനെ കുറിച്ച് പറയുന്ന അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഒരു കാര്യം പറയുന്നത്, ഫെയില്യൂർ ഓഫ് ദ ഇൻ്റലക്ച്വൽസ്, ബുദ്ധിജീവികളുടെ പരാജയം. കഴിഞ്ഞ സെഷനിൽ വന്ന ചോദ്യം അതാണ്, ബുദ്ധിജീവികൾ ഇവിടെ നിൽക്കണോ അവിടെ പോകണോ എന്ന് സന്ദേഹിക്കുന്നൊരു കാലമാണല്ലോ ഇത്. അവിടെ പോയാൽ അവാർഡ് കിട്ടുമോ, ഇവിടെ നിന്നാൽ അവാർഡ് കിട്ടും, അവിടെ പോയാൽ പത്മശ്രീ കിട്ടുമോ, ഇവിടെ നിന്നാൽ ചോദ്യം ഉണ്ടല്ലോ. പഞ്ചാരമഴ എന്നും കാണുമോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. ദ ഫെയില്യൂർ ഓഫ് ദ ഇൻ്റലക്ച്വൽസിൻ്റെ ഡ്യൂട്ടി ഈ കൊടുമയെ തുറന്നു കാണിക്കുകയാണ്. അതുകൊണ്ട് ഗുരു പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം, ഇൻ്റലക്ച്വൽസിനെ നിർമ്മിച്ചെടുക്കുകയാണ്. കോലത്തുകരയിൽ തനിക്കൊരാൾ കാണിക്കതെന്ന പഴം കുഞ്ഞുങ്ങൾക്ക് വിതരണം ചെയ്യുന്ന കൂട്ടത്തിൽ അതിലെ ഏറ്റവും ചെറിയ പഴമെടുക്കാൻ വന്ന പയ്യനോട് ഗുരു ചോദിച്ചു, അവനെ മാറ്റി നിർത്തി, പേരെന്താ? ഭാർഗവൻ. ഭൃഗു, അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് അമ്മയെ കൊല ചെയ്തവനല്ലേ ഭാർഗവ. അപ്പം ഭൃഗു ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടാവണം. ഈ ഭൃഗു വേലായുധൻ എന്ന ഗുരുവിൻ്റെ കൂട്ടുകാരൻ്റെ മകനാണ്. മേലതിലാശാൻ്റെ അടുത്ത് വൈദ്യം പഠിക്കാൻ ഒപ്പമുണ്ടായിരുന്ന വേലായുധൻ്റെ പുത്രൻ ഭൃഗു, ഭാർഗവൻ. വേലായുധനെ വിളിച്ചിട്ട് ഗുരു പറഞ്ഞു, ഭാർഗവനെ ഞാൻ കൊണ്ടുപോട്ടെ. കൊണ്ടുപോയിക്കോ സ്വാമി. ആ ഭാർഗവൻ പിൽക്കാലത്ത് ഭാർഗവൻ വൈദ്യർ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നു.
തിരുവനന്തപുരം ആയുർവേദ വൈദ്യശാലയുടെ സൂപ്രണ്ടും അധികാരിയും വിദ്യാഭ്യാസ ആരോഗ്യ ഡയറക്ടറുമായിട്ട് അദ്ദേഹം വിരമിച്ചു. 17 കൊല്ലം ഗുരുവിനൊപ്പം അന്തേവാസിയായി കഴിഞ്ഞതിൻ്റെ ഓർമ്മയിൽ ഒരു സന്ദർഭം ഭാർഗവൻ പറയും. ഒരിക്കൽ കുട്ടിക്കാലത്ത് ഗുരു ശിവഗിരിയിൽ ഞാൻ താഴോട്ട് നടക്കുമ്പോൾ ഗുരു ഒറ്റയ്ക്ക് നടന്നു വരുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് തന്നെ ഗുരു വെയിലടിക്കുന്നത് കണ്ടിട്ട് ഞാൻ ആശ്രമത്തിൽ ചെന്ന് കമണ്ടലു, കുട, ചന്ദനപ്പടി എടുത്തിട്ട് വന്നു. കുട നിവർത്തുമ്പോൾ ഗുരു പറഞ്ഞു, നീയും വെയിൽ കൊള്ളാതെ പിടിക്ക്. നടന്ന് അവർ വർക്കല റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തീവണ്ടി കയറി അന്നത്തെ തിരുവനന്തപുരം സ്റ്റേഷനായ ചാക്കയിൽ ഇറങ്ങിയിട്ട് ഗുരു നടക്കുന്നു. എങ്ങോട്ടെന്ന് പറയുന്നില്ല. നടന്ന് അവർ ശംഖുമുഖത്തെത്തുമ്പോൾ ഗുരുവിൻ്റെ സുഹൃത്ത് വി കൃഷ്ണൻ തമ്പി വരുന്നു. കൃഷ്ണൻ തമ്പി കാർ വേണമല്ലോ അരുവിപ്പുറത്ത് പോകാൻ. കാറിൽ കയറുന്നു, അരുവിപ്പുറത്തേക്ക് യാത്രയാവുന്നു. നെയ്യാറ്റിൻകര വരെ റോഡുള്ളൂ. നെയ്യാറ്റിൻകര ഇറങ്ങുന്നു. പിന്നെയും 5-6 കിലോമീറ്റർ ഉണ്ട്. ആ കിലോമീറ്റർ നെയ്യാറിൻ്റെ വരമ്പിലൂടെ പടിഞ്ഞാറേ വക്ക് പിടിച്ച് ഗുരു നടക്കുന്നു. പിന്നാലെ ശിഷ്യൻ നടക്കുന്നു. ശിഷ്യൻ ചോദിക്കണമെന്നിട്ട്, പേടിയുണ്ടോ സ്വാമി? സ്വാമിക്ക് പേടിയില്ല. ഇരുട്ടത്തൂടെ സ്വാമി നടന്നിട്ട് രാത്രിയിൽ എവിടെ എത്തി? സന്യാസിമാരെ ഇനി ഉണർത്തേണ്ടതില്ല, ആശ്രമത്തിലുള്ളവർ ഉറങ്ങട്ടെ. നമുക്കൊരുപാട് അഭയം തന്ന ഗുഹ ഇവിടെയുണ്ട്, ഇവിടെ ഇരിക്കാം. അരുവിപ്പുറത്തെ ഗുഹയിൽ ഭാർഗവനെ അടുത്തിരുത്തി ഗുരു ഇരിക്കുന്നു. ആ സമയത്ത് ഭാർഗവനോട് ചോദിക്കും, പേടിയുണ്ടോ? പേടിയുണ്ട് സ്വാമി. പേടിക്ക് കാരണം എന്തെന്നറിയുമോ? ദർശനമാലയിൽ ഒരു ശ്ലോകം ഉദ്ധരിക്കും. നമ്മൾ രണ്ടാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് പേടി. രണ്ടെന്ന ബോധമില്ലാതാവണം. ഇതാണ് ഒരു ഇൻ്റലക്ച്വലിനെ നിർമ്മിച്ചെടുക്കുന്ന വൈഭവം. അതുകൊണ്ട് ഗുരു ഒരുപാട് ഇൻ്റലക്ച്വൽസിനെ നിർമ്മിച്ചെടുത്തു. അതിലൊരാളുടെ പേര് ടി.കെ. മാധവൻ, മറ്റൊരാളുടെ പേര് സി. കേശവൻ. ഇവരൊക്കെ കേരളത്തെ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയിൽ പങ്കെടുത്തു. എനിക്ക് തോന്നുന്നത് ആലപ്പുഴയിലെ ട്രേഡ് യൂണിയൻ്റെ നേതാവായിരുന്ന ബാവ ഒരു വെള്ളി നാണയം കൊടുത്തിട്ട് ആശീർവദിച്ച് നിന്റെ തൊഴിലാളി പ്രസ്ഥാനം അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് പറഞ്ഞു. ഫെയിലുവർ ഓഫ് ഇൻ്റലക്ച്വൽസിൻ്റെ കാലത്ത് സമൂഹം വീണ്ടും കോളനൈസ് ചെയ്യപ്പെടുമ്പോൾ ഇൻ്റലക്ച്വൽസിനെ നിർമ്മിച്ചെടുത്ത ആ സന്യാസിയുടെ വൈഭവത്തെ നാം ആധുനികമായി തന്നെ തിരിച്ചറിയണം. ഈ 3 പില്ലറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗുരു ആ ക്യുമുലേറ്റീവ് ഹെറിറ്റേജിനെ തകർത്തു എന്നത് തന്നെയാണ് വാസ്തവം. തകർക്കാൻ ശ്രമിച്ചു എന്നല്ല, ഗുരു തകർത്തു. തകർത്തത് കൊണ്ടാണ് നമുക്കിപ്പോഴും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. തകർത്തില്ലായിരുന്നെങ്കിൽ ഈ സംസാരം സാധ്യമാകില്ല എന്നുള്ളത് വാസ്തവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം സർ. ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്നത് ഒരു വൈദേശിക ഭരണകാലത്തും അതേപോലെ അതിൻ്റെ കീഴിലുള്ള ഒരു രാജഭരണ കാലത്തുമാണല്ലോ. ഈ 2 ഇതിനോടും എന്തായിരുന്നു ഗുരുവിൻ്റെ ഒരു സമീപനം എന്നുള്ളത് സാറിൻ്റെ സംസാരത്തിൽ നിന്നോ അല്ലെങ്കിൽ വേറെ പിന്നെ മറ്റ് ഇതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഗുരുവിൻ്റെ ഫോട്ടോയിൽ ഒരു പ്രഭാവലയുണ്ട്, ഓറ. അപ്പോൾ ഗുരുവിനെ ഒരു ദൈവം, പുതിയൊരു ദൈവമാക്കി മാറ്റുന്നുണ്ടോ? അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇതിൽ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ അഭിപ്രായം ആദ്യം ഞാൻ പറയാം. ഇതിൻ്റെ തിരിച്ചറിവ് മാത്രമാണ്. അപ്പോൾ ഗുരുവിനെ ഒരാൾ ദൈവമായി കണ്ടാൽ ഞാൻ സത്യത്തിൽ അതിനെ പരിഹസിക്കില്ല. ചരിത്രത്തിലുള്ള ഒന്നിനെ ഗുരുവായി കാണുന്നു. എന്നോടൊരാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഗുരുവാണ് എൻ്റെ ദൈവം, മറ്റൊന്നിനെയും ഞാൻ ദൈവമായി അംഗീകരിക്കുന്നില്ല. സത്യത്തിൽ ഒരാൾക്ക് ഒന്നിനെ ദൈവമായി വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചുകൊണ്ട്, പക്ഷെ ഞാൻ ഗുരുവിനെ ദൈവമായി കാണുന്നില്ല. ഗുരുവിനെ ചരിത്രപരമായി തന്നെയാണ് ഞാൻ കാണുന്നത്. ഒരാൾ ഗുരുവിനെ ദൈവമായി കണ്ടാൽ അത് ആക്ഷേപിക്കാനും ഞാൻ തുനിയുന്നില്ല. രണ്ടാമത്തേത്, അങ്ങ് ആദ്യം പറഞ്ഞ കാര്യം, ഗുരു കൊളനൈസേഷനോട് എങ്ങനെ പ്രതികരിച്ചു. ഗുരു പറഞ്ഞ ഏറ്റവും ചരിത്രപരമായ 5 അഭിപ്രായങ്ങളിൽ ഒന്ന്, അതിലൊന്ന് നേരത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞു, ഈ ഒരങ്കുലം വ്യത്യാസം, വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിലുള്ള ഒരങ്കുലം വ്യത്യാസം അവസാനിപ്പിക്കാൻ വിശ്വാമിത്രന് പോലും പറ്റിയില്ല, പിന്നെയാണോ നിങ്ങൾക്കെന്നാ ചോദ്യം. അതുകൊണ്ട് ആ പ്രക്രിയ അസംബന്ധമാണ്. ഗുരു പറഞ്ഞ രണ്ടാമത്തെ കാര്യം, തപസ്സനുഷ്ഠിച്ച ശംഭൂകൻ്റെ തലപോയ ചരിത്രം ഓർമ്മയുണ്ടല്ലോ. അക്കണക്കിന് നമുക്കൊക്കെ സന്യസിക്കാൻ സ്വാതന്ത്ര്യം തന്നത് ബ്രിട്ടീഷുകാരാണല്ലോ. ആകയാൽ അവർ നമ്മുടെ ഗുരുവാണല്ലോ
എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഗുരുവാണ്. ഇതേ സ്വാമി ബ്രിട്ടീഷ് അനുകൂലിയാണോ എന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് വാദിക്കാം. പക്ഷേ സ്വാമി മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഇന്ത്യക്കാർ ഒരുമിച്ച് നിന്ന് തുപ്പിയാൽ ആ തുപ്പലിൽ മുങ്ങി മരിക്കാവുന്നതേ ഉള്ളൂ ബ്രിട്ടീഷുകാർ. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം സായിപ്പിനെ കാണുമ്പോൾ തുപ്പൽ ഇറങ്ങിപ്പോകുമെന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ വാക്യമാണ് രാഷ്ട്രീയമായി ശരി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഗുരുവിൻ്റെ നിലപാടായിരുന്നു. അങ്ങ് ചോദിച്ച അടുത്ത ചോദ്യം, രാജാധിപത്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം എന്തായിരുന്നു? ഒരു പൊളിറ്റിക്കൽ ബീയിങ് എന്നുള്ള നിലയിൽ, ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിച്ച ആളല്ല ശ്രീനാരായണ ഗുരു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയോ അതിനുശേഷം ഒരു ഫെഡറൽ റിപ്പബ്ലിക് രൂപപ്പെടുകയോ ഭരണഘടന രൂപപ്പെടുകയോ ചെയ്ത കാലത്ത് ജീവിച്ച ആളല്ല ഗുരു. ഗുരുവിൻ്റെ കൺമുന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതി രാജാധിപത്യമാണ്. അതിനെ പരിരക്ഷിച്ചുകൊണ്ടൊരു കൊളോണിയൽ ഒരു പ്രക്രിയ മുകളിൽ നിൽക്കുന്നു. ഈ കൊളോണിയൽ പ്രക്രിയ നമ്മുടെ ദേശത്തിന് ഭൂഷണമല്ല എന്ന ബോധ്യം സാർവദേശീയ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുവിനുണ്ടായിരുന്നു. രാജാധിപത്യത്തെ സംബന്ധിച്ചിട്ടുള്ള ഗുരുവിൻ്റെ സങ്കല്പം രാജാവ് നമുക്ക് മേലെ അല്ല എന്ന ബോധ്യം തന്നെയാണ്. ഒരിക്കൽ കൊട്ടാരം രാജ്ഞി ഗുരുവിനെ കാണാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് വിളിക്കുന്ന സന്ദർഭത്തിൽ നാം പോകുന്നില്ല എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഗുരു കാർ വാങ്ങിയപ്പോൾ ആ കാറിൻ്റെ മുന്നേ പോകുന്നു കൊട്ടാരത്തിലെ കാർ. ഗുരുവിൻ്റെ കാറ് ആ കാറിനെ ഓവർടേക്ക് ചെയ്ത് പോയതിനെക്കുറിച്ചൊരു ചരിത്രമുണ്ട്. മുന്നേ പോകുന്നത് രാജ്ഞിയുടെയോ രാജാവിൻ്റെയോ കാറാണെങ്കിൽ അക്കാറിന് പിറകെ പോയിരുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാറ് മുന്നേ പോകുന്നത് ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ സൂചനകളിൽ നിന്നൊക്കെ ബോധ്യപ്പെടുന്ന ഒരു ചെറിയ വരി ഞാനിവിടെ പറഞ്ഞു. അന്നവസ്ത്രാദി മുട്ടാതെ തരുന്നത് തമ്പുരാനല്ല. ഏത് തമ്പുരാൻ? പൊന്നു തമ്പുരാനല്ല, ഹിസ് ഹൈനസ് അല്ല. അതുകൊണ്ട് ഹിസ് ഹൈനസ് തിരിച്ചു വരുന്ന ഒരു കാലത്ത് നോട്ടീസിലൊക്കെ വരുന്നുണ്ട്, ഹിസ് ഹൈനസ് ഇന്നാള്, ഹിസ് ഹൈനസ് ഇന്നാള്. ഈ ഹിസ് ഹൈനസിൽ നിന്ന് സർവ്വതും ലഭിക്കുന്നു എന്ന് പ്രത്യക്ഷത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാലത്ത് SNDPയുടെ മീറ്റിങ്ങുകളിൽ മഹാരാജാവ് തിരുമനസ്സിന് സ്തുതി പാടിക്കൊണ്ടിരുന്ന സഭയിലൊന്നും സത്യത്തിൽ ശ്രീനാരായണ ഗുരു ആ മീറ്റിങ്ങിൽ ഇല്ലെന്നാണ് എൻ്റെ ബോധ്യം. അദ്ദേഹം അപ്പോഴേക്ക് SNDPയുമായി പിണങ്ങി തിരിച്ചു പോയി കഴിഞ്ഞിരുന്നു. മറ്റേത് ഒരു സാമൂഹിക പ്രക്രിയയിൽ ഭരണാധികാരിയോടുള്ള പരസ്പര വിനിമയത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരു പക്ഷേ രാജകൊട്ടാരത്തെ അഭിസംബോധന ചെയ്തിരിക്കാം. പക്ഷെ അതിന് കീഴ്പ്പെടുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വ്യക്തി അനുസരിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. മറ്റൊരു വായന ഉണ്ടാകുന്നത് വരെ അതാണൊരു ബോധ്യം.